ഇപ്പം നാളെ എൻ്റെ ഫാമിലിയിൽ നിന്ന് ഒരു പെൺകുട്ടി പോകുന്നു, അഭിനയിക്കാൻ വേണ്ടി പോകുന്നു എന്ന് വെക്കുക. അപ്പം അവർക്കൊരു ടെൻഷൻ ഇല്ലാതെ അവിടെ പോയി വർക്ക് ചെയ്ത്, ഇതൊരു തൊഴിലിടമാണ്. നമ്മൾ അതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ജോലി ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു സ്ഥലമാണ് സിനിമ എന്ന് പറയുന്ന തൊഴിലിടം. അവിടെ ചില കാര്യങ്ങളിൽ വേർതിരിവുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഉണ്ട് എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. അതുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യപ്പെടുക തന്നെ വേണം. അത് നിയമപരമായിട്ട് തന്നെയാണ് ചെയ്യേണ്ടത്. നമ്മൾ ഓരോ കാലഘട്ടത്തിൽ ഇപ്പോൾ കൗമാര പ്രായത്തിലുള്ളതായിരിക്കില്ല നമുക്ക് യൗവനത്തിൽ വരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മളുടെ പ്രായം പോകും തോറും നമ്മൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വരും ചിന്തയിൽ, നമ്മുടെ പ്രവൃത്തിയിൽ. അപ്പോൾ നമ്മൾ പണ്ട് പഠിച്ചു വെച്ച പല കാര്യങ്ങളും നമ്മൾ അൺലേൺ ചെയ്യാൻ തുടങ്ങും. പ്രത്യേകിച്ച് നിങ്ങൾ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നതാണ്, എന്നും ശ്രോതാക്കളുമായിട്ട് നിങ്ങൾ ആശയവിനിമയം നടത്തുന്ന ആൾക്കാരാണ്. അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ പഠിച്ചു വെച്ചത് അൺലേൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അൺലേൺ ചെയ്യുന്നുള്ളതിനേക്കാളും ഈ ജോലിയിൽ ഏറ്റവും പ്രധാനം ലേൺ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, എസ്പെഷ്യലി നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ട്. റേഡിയോ RJ യു ഹാവ് ടു ബി എ ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് സിനിമയെ പറ്റി ബോധ്യം ഉണ്ടാവണം, നമ്മുടെ സോഷ്യോ പൊളിറ്റിക്കൽ കാര്യങ്ങളെ പറ്റി നമുക്ക് ബോധ്യം ഉണ്ടാവണം, ലിറ്ററേച്ചറിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം നമ്മുടെ സമൂഹം എന്ന് പറയുന്നത്, ഈ നമ്മുടെ മലയാളികൾക്ക് ഇതെല്ലാം ഇഷ്ടമാണ്. സിനിമ, രാഷ്ട്രീയം, സ്പോർട്സ്, അല്ലേ? നമുക്കെല്ലാവർക്കും, നമുക്ക് ക്രിക്കറ്റ് ഇഷ്ടമാണ്, നമ്മൾ ഫുട്ബോളിന് iഷ്ടപ്പെടുന്നുണ്ട്. ലോകത്ത് എവിടെയുണ്ട് സ്പെയിനും അർജന്റീനയ്ക്കും ഹോളണ്ടിനും ഒക്കെ ഇത്രയും ഫാൻ ഫോളോവേഴ്സ് ഉള്ള മറ്റൊരു രാജ്യത്തെ വേറൊരു സ്റ്റേറ്റ് എന്ന് പറയുന്നത്? എവിടെയില്ല. നമ്മൾ വേൾഡ് കപ്പ് വരുമ്പോഴത്തേക്കും മെസ്സിയുടെയും റൊണാൾഡോയുടെയും ഒക്കെ വലിയ കട്ടൗട്ട് വെക്കാൻ മത്സരിക്കുന്നതാണ്. സോ നമ്മുടെ ആൾക്കാർ വളരെ എഡ്യൂക്കേറ്റഡ് ആണ്. നമ്മളെ ആൾക്കാർ ലോകവുമായി വളരെ കണക്റ്റഡ് ആണ്. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മളിപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കുക, 2 ദിവസം മുമ്പ് ഒരു പെൺകുട്ടിയെ കാണാതെ പോയി. 37 മണിക്കൂറിനുള്ളിൽ മാധ്യമങ്ങളും പോലീസുകാരും എല്ലാവരും ചേർന്നുകൊണ്ട് ഒരു മലയാളി തന്നെ മറ്റൊരു സ്റ്റേറ്റിൽ ആ കുട്ടിയെ ഐഡന്റിഫൈ ചെയ്തു. എന്തുകൊണ്ട്? നമ്മുടെ മീഡിയ അത്രത്തോളം, അല്ലെങ്കിൽ നമ്മൾ വാർത്തകൾ, നമ്മുടെ നാട്, ഇതൊക്കെ ആയിട്ട് മലയാളിക്ക് എപ്പോഴും ഒരു കണക്ഷൻ ഉണ്ട്. അവന് അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കാം. അപ്പോൾ അതുകൊണ്ട് അവരെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇതിനെപ്പറ്റി വ്യക്തമായി അല്ലെങ്കിലും അത്യാവശ്യം കാര്യങ്ങളെപ്പറ്റി അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കാലത്തിനനുസരിച്ച് പുതിയ പുതിയ മാറ്റങ്ങളെപ്പറ്റി അറിയുകയും അത് അവരോട് സംവദിക്കുകയും ചെയ്യുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് അൺലേണിംഗ് എന്നുള്ളൊരു പ്രോസസ്സ് ഇല്ല, കറക്റ്റിംഗ് എന്നുള്ളൊരു പ്രോസസ്സ് അല്ലെങ്കിൽ അപ്ഡേറ്റിംഗ് എന്നുള്ളൊരു പ്രോസസ്സേ ഉള്ളൂ. ഈ നമ്മൾ RJs ആയിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കണം. എന്താണ് അവിടെ സംഭവിക്കുന്നത്, ലോകത്ത് എന്ത് സംഭവിക്കുന്നു, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. പക്ഷെ അതിൽ നമ്മൾ പറയേണ്ട ഒരു ഒപ്പീനിയൻ ഉണ്ട് അല്ലേ? നിങ്ങൾ ഓൺ എയർ കയറി കഴിയുമ്പോൾ ജോൺ പറയേണ്ടത് ജോണിന്റെ ഒരു ഒപ്പീനിയൻ ഉണ്ട്, മായ പറയേണ്ടത് മായയുടെ ഒരു ഒപ്പീനിയൻ ഉണ്ട്. അപ്പം അവിടെ നമ്മൾ കുറച്ച് ചിലപ്പോൾ പലപ്പോഴും നമ്മൾ കോൺഷ്യസ്, നമ്മുടെ ഒരു അഭിപ്രായം ചില സമയത്ത് ഒരു ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായമായി മാറാറുണ്ട്, അല്ലെങ്കിൽ മാറണം. അത് എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായത്തെ നിങ്ങൾ ഓൺ എയർ വരുമ്പോഴത്തേക്കും എങ്ങനെയൊക്കെയാണ് ആ ഒരു അഭിപ്രായം എടുക്കുന്നത്? എങ്ങനെയാണ്? ഒന്നാമത്തെ കാര്യം, ഞാനൊരു കാര്യം അഡ്രസ് ചെയ്യുമ്പോൾ ഇതിനകത്ത് എൻ്റെ അഭിപ്രായം പറഞ്ഞ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടല്ല ഞാനൊരു കാര്യം ടോപ്പിക്കായിട്ട് എടുക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എന്തിനാണ് ഇങ്ങനെ ഒരു സംഭവം വരുന്നു, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? അവിടെ ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറഞ്ഞ് അത് ശരിയാണ്. ഇപ്പം ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാൾക്ക്, അത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ആ ഒപ്പീനിയൻ പറയാനായിട്ട് ചിലപ്പോൾ അത് ആ ഒപ്പീനിയനോട് യോജിക്കുന്ന ആളായിരിക്കില്ല, ചിലപ്പോൾ അയാൾ അതിനകത്ത് റെസ്പോണ്ട് ചെയ്യില്ല. നമ്മൾ ഈ ജോലിയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ വിഷയം എടുത്ത് ആൾക്കാരുടെ മുമ്പിലേക്ക് വെക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പറയുന്നു, നമ്മളിപ്പോൾ ഇവിടെയുള്ള ബിൽഡിങ്സിലെല്ലാം തന്നെ ഈ ആൾക്കാർക്ക് വീൽ ചെയർ ആക്സസിലൂടെ വരാനുള്ള സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പാത്ത് ഒരുക്കുന്നത് ഇപ്പോൾ ഇവിടെ എല്ലാ ബിൽഡിങ്സിലും വേണമെന്നുള്ളത് UAE കമ്പൽസറി ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ. നമ്മുടെ നാട്ടിൽ ഇത് വരുന്നതിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നാണ്. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇത് വരേണ്ട സമയമൊക്കെ കഴിഞ്ഞില്ലേ? നമ്മുടെ ബസ്സുകളിൽ, നമ്മുടെ ബിൽഡിങ്ങുകളിൽ, കടകളിലൊക്കെ വരേണ്ട കഴിഞ്ഞില്ലേ? ഇത് അങ്ങോട്ട് കൊടുക്കാൻ പാടില്ല. അല്ലാതെ അവരവിടെ നേരിടാൻ പോകുന്ന ചലഞ്ച് ഇതാണ്, അവരിനി അതെല്ലാം പൊളിച്ചു മാറ്റി ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ടൊക്കെ നടക്കൂ, ഇതല്ലല്ലോ. നമ്മൾ ഒരു അഭിപ്രായം നമ്മൾ ആൾക്കാരോട് ചോദിച്ചാൽ അവരിൽ നിന്ന് അഭിപ്രായം എടുക്കാനേ പാടുള്ളൂ. ഇപ്പം ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം കേട്ടുകൊണ്ടിരിക്കുന്ന പല ആൾക്കാർക്കും പല അഭിപ്രായമായിരിക്കുമല്ലോ ശിവ. അപ്പം അതുകൊണ്ട് അതെല്ലാം നമ്മൾ എടുത്തിട്ട് അത് പൊതുവായിട്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്യാനേ നിൽക്കരുത്. നമ്മൾ അതിനകത്ത് ഒപ്പീനിയനായിട്ട് പറഞ്ഞു നിൽക്കാനേ പാടില്ല. അതിന്റെ ശരി എന്താണെന്നുള്ളത്, ഇപ്പം ഒരു ഉദ്ദേശം ഉണ്ടാവും ഏതൊരു കാര്യത്തിനും, അല്ലേ? ഉദ്ദേശശുദ്ധി എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ പൂർണ്ണമായിട്ട് നമ്മൾ മനസ്സിലാക്കണം, എന്തിനു വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന്റെ പ്രോസ് ആൻഡ് കോൺസ് എന്താണെന്നുള്ളതും നമ്മൾ ഡിസ്കഷനകത്ത് വരണം. ദാറ്റ് ഇസ് അത് അല്ല, യാതൊരു കുഴപ്പമില്ല. എല്ലാവർക്കും അവരുടേതായ അഭിപ്രായങ്ങൾ പറയാൻ പറ്റും. ഒരു മീഡിയയുടെ വി ഫീൽ ഇപ്പൊ ഈ 20 years ഓഫ് എക്സ്പീരിയൻസിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയത്, നമ്മളൊരു മീഡിയ പേഴ്സണാലിറ്റി ആയിട്ട് ഇപ്പൊ പേഴ്സണലി ഇപ്പൊ സംസാരിക്കുമ്പോൾ നമുക്ക് അഭിപ്രായം ഉണ്ടാവും. പക്ഷേ ഞാൻ ഓൺ എയർ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഐ എം എ മീഡിയ പേഴ്സണാലിറ്റി.
എന്റെ അഭിപ്രായം പറയലല്ല എന്റെ അവിടുത്തെ അതെ, ജോലി. അതെ. മനസ്സിലായോ? ആസ് എ മീഡിയ അഭിപ്രായം കേൾക്കലല്ല അവരുടെയും ജോലി. അതെ, ആസ് എ മീഡിയ പേഴ്സണാലിറ്റി ഐ ഹാവ് ടു മെയിൻറ്റെയിൻ എ ന്യൂട്രാലിറ്റി. ഒരു ന്യൂട്രൽ സ്റ്റാൻഡേ ഞാൻ എടുക്കാൻ പാടുള്ളൂ, എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു സെൻസിറ്റീവ് ടോപ്പിക്സ്. ഇപ്പം ഫോർ എക്സാമ്പിൾ, ഇപ്പം ഒരു രാഷ്ട്രീയപരമായിട്ട് നമ്മളൊരു ഒരു എന്തെങ്കിലും ഒരു ടോപ്പിക്ക് സംസാരിക്കുവാണെങ്കിലോ, അല്ലെങ്കിൽ ഇപ്പൊ വേറെ എന്തെങ്കിലും ഒരു കാര്യം വളരെ കുറച്ച് സെൻസിറ്റീവ് ആണെന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ ഐ ഷുഡ് റിഫ്രെയിൻ ഫ്രം ഗിവിങ് മൈ ഒപ്പീനിയൻ. കാരണം ഞാൻ മീഡിയ പേഴ്സണാലിറ്റി ആയിട്ട് ഇരിക്കുമ്പോൾ ഞാൻ ഒരു സെക്ട് ഓഫ് ആൾക്കാരുമായിട്ട് യോജിക്കുന്നു അല്ലെങ്കിൽ മറ്റൊരു സെക്ടുമായിട്ട് യോജിക്കുന്നില്ല എന്ന് സ്ഥാപിക്കലല്ല എൻ്റെ ജോലി. പക്ഷേ ഇപ്പൊ എന്തെങ്കിലും ഒരു നിയമം വന്നു, ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇന്ന് ഞാൻ സംസാരിച്ച ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻഡിഗോയില് സ്ത്രീകളുടെ സീറ്റ്സ് വിൽ ബി മാർക്ഡ് ആസ് പിങ്ക്. അപ്പൊ ഇപ്പൊ സ്ത്രീകൾക്ക് ബുക്ക് ചെയ്യുന്ന സമയത്ത് ആ സീറ്റ്സ് അവരുടെ അടുത്തുള്ള സീറ്റ്സ് വേണമെങ്കിൽ എടുക്കാം. അത് ഞാൻ പറഞ്ഞു ആക്ച്വലി ദാറ്റ്സ് എ ഗുഡ് തിങ് ഐ ഫീൽ എന്ന് പറഞ്ഞു. ദാറ്റ്സ് ഓക്കെ, ഇറ്റ്സ് നോട്ട് എ സെൻസിറ്റീവ് ടോപ്പിക്. മനസ്സിലായോ? പക്ഷേ വേറെ എന്തെങ്കിലും കുറച്ചും കൂടെ സെൻസിറ്റീവ് ടോപ്പിക് വരുമ്പോൾ ഞാൻ ആസ് എ മീഡിയ പേഴ്സണാലിറ്റി ആ ന്യൂട്രൽ സ്റ്റാൻഡ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ബിക്കോസ് അപ്പുറത്തിരിക്കുന്ന ആൾക്ക് എന്റെ അഭിപ്രായം കേൾക്കണ്ട, എന്റെ രാഷ്ട്രീയം എന്താണെന്ന് അയാൾക്ക് കേൾക്കണ്ട, അത്രേ ഉള്ളൂ. അപ്പൊ അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അത് ഏത് മീഡിയയിലാണെങ്കിലും അത് അങ്ങനെ തന്നെ വേണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ മാധ്യമ പ്രവർത്തകരായിട്ട് നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് RJs എന്ന് പറയുന്ന ശബ്ദം കൊണ്ട് ആൾക്കാരെ കീഴടക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ ശബ്ദത്തിന്റെ ഒരു വൈബ്രേഷനാണ് കേൾക്കുന്ന ശ്രോതാക്കൾക്ക് വരുത്തുന്ന ഒരു ഇമോഷണൽ ഫ്ലക്ച്വേഷൻസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പുറത്ത് നോക്കുമ്പോൾ RJs എന്ന് പറയുമ്പോൾ അതിഗംഭീരമായ ഭയങ്കര സ്റ്റാർഡമുള്ള ജോബാണ്. എവിടെ പോയാലും അംഗീകാരം കിട്ടുന്നു, നമ്മളെ ആൾക്കാർ കേൾക്കുന്നു. പക്ഷെ നമ്മൾക്ക് എല്ലാ ദിവസവും ഒന്നുപോലെ ഇരിക്കാൻ പറ്റില്ല. നമുക്ക് ഒരുപാട് പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടാവാം, ഇമോഷണൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവാം. പക്ഷെ അതെല്ലാം മാറ്റി വെച്ചിട്ടാണ് നമ്മൾ മൈക്കിന്റെ മുൻപിലേക്ക് വരുന്നത്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് അത് സർവൈവ് ചെയ്യുന്നത്? തീരെ പറ്റാത്ത സമയത്ത് അവധി എടുക്കണം. വെരി സിമ്പിൾ. നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണെങ്കിൽ നമ്മളത് പിന്നെ overcome ചെയ്യും. നമ്മളിപ്പോ 20 years റേഡിയോയിൽ ഇരുന്നത് കൊണ്ട് ഞാൻ പറയാം, എനിക്ക് തോന്നുന്നു മേ ബി ആൾക്കാർ നമ്മളുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആൾക്കാർ നമ്മളോടൊരു ഇഷ്ടം കാണിച്ചിട്ടുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് ബിക്കോസ് വി ഹവ് ഓൾ ബീൻ വെരി ജെന്യുവിൻ. ലൈക്ക് ഞാനിപ്പം സംസാരിക്കുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് ഈ കൊച്ചു അഭിനയിക്കുവാണല്ലോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, തീർന്നവിടെ. കാരണം അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റണം. എന്നോട് ഒരുപാട് പേര് പറഞ്ഞു, അയ്യോ മായ റേഡിയോ സംസാരിക്കുന്ന പോലെ തന്നെയാണല്ലോ നമ്മുടെ അടുത്തും സംസാരിക്കുന്നത്. അയ്യോ അതെ, ഞാൻ അങ്ങനെയാണ് സംസാരിക്കുന്നത്. കാരണം അങ്ങനെ സംസാരിച്ചാലേ നമുക്ക് ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. വെൻ യു laugh from your heart, when you talk from your heart, because അങ്ങനെ ഉണ്ടെങ്കിലേ നമുക്ക് നമ്മളായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. ആൻഡ് ഈ ലോകത്തെ ഏറ്റവും യുണീക്ക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളാണ്. അപ്പം ഷീബയെ പോലെ ഷീബയ്ക്ക് മാത്രമേ ആവാൻ പറ്റുള്ളൂ. ഞാൻ ഷീബയെ പോലെ ആവാൻ നോക്കിക്കഴിഞ്ഞാൽ ഐ ബി എ വെരി സാഡ് റെപ്ലിക്ക ഓഫ് യു. മനസ്സിലായി? അപ്പൊ അങ്ങനെ ഒരാളുടെ റെപ്ലിക്ക ആവേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് എന്റേതായിട്ടുള്ള വ്യക്തിത്വം ഉണ്ട്, അതുകൊണ്ടാണല്ലോ എന്നെ ഇവിടെ ഹയർ ചെയ്തത്. സോ മൈ പേഴ്സണാലിറ്റി ഇസ് മൈൻ, ഇറ്റ് ഇസ് ദ മോസ്റ്റ് യുണീക് തിങ്. ജോണിനെ പോലെ ജോണിന് മാത്രമേ ആവാൻ പറ്റുള്ളൂ, എന്നെ പോലെ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ആ പേഴ്സണാലിറ്റിയുമായിട്ടാണ് ആൾക്കാർ കണക്ട് ആവുന്നത്. ഒന്നും തന്നെ സഹിക്കുന്നില്ല. വളരെ കുറച്ച്. അത് മാത്രമല്ല, നിങ്ങളുടെ ജോബിനുള്ള ഏറ്റവും വലിയ അനുഗ്രഹം ഫീഡ്ബാക്ക് അപ്പൊ തന്നെ അറിയാം. യെസ്, ഇമ്മീഡിയറ്റ്ലി അറിയും ആൾക്കാർ. ആൾക്കാർ അപ്പൊ തന്നെ മെസ്സേജ് അയക്കും. പിന്നെ ആൾക്കാർ ഇത് എന്ത് പറയും തിരിച്ചെന്നുള്ളത് നമ്മളെപ്പോഴും ആൾക്കാർക്ക് എന്ത് പല ആൾക്കാരാണല്ലോ നമ്മുടെ ലിസണേഴ്സിന് അവരുടെ ഒരു മൂഡ് അനുസരിച്ച് എന്തെങ്കിലും ഇപ്പൊ ഫണ്ട് പറയും, നമ്മളത് ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചിരിക്കണം. പിന്നെ നേരത്തെ അവരെ നമ്മളെ ഫ്രണ്ട്സ് ആയിട്ട് കാണുന്നുണ്ട്, അവരവരുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് സംസാരിക്കുന്ന പോലെ നമ്മുടെ അടുത്ത് നമ്മൾ പുറത്ത് കാണുമ്പോഴും. പക്ഷെ നമുക്ക് ആ വാമത്ത് ഭയങ്കര ഇഷ്ടമാണ്. ഒന്ന് ആലോചിക്കും, ഞാൻ ആക്ച്വലി വെളിയിൽ പോകുമ്പോൾ എന്റെ പൂച്ചകളുടെ വിശേഷം ചോദിക്കും, കുക്കിംഗ് സുന്ദരിക്ക് എന്ത്. ഈ പേഴ്സണൽ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് നമ്മളത് എങ്ങനെ ഹാൻഡിൽ. ഇപ്പൊ ഞങ്ങൾക്ക് നേരത്തെ ഒരു പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു. അപ്പൊ പൂച്ചക്കുട്ടി ഞങ്ങളോട് കുറെ വർഷങ്ങളുണ്ടായിരുന്നു. പൂച്ചക്കുട്ടി മരിച്ചുപോയി. അപ്പം മരിച്ചപ്പോഴത്തേക്ക് അത് സോഷ്യൽ മീഡിയയിലുള്ള എല്ലാവർക്കും അറിയാം. മായ ആ സമയത്ത് ഷോ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേ ആയിരുന്നില്ല. അപ്പൊ ആ സമയത്ത് പോയി ഷോ ചെയ്യാൻ പറ്റില്ല. മായ 2 ദിവസം 2 days മായ ഓഫ് എടുത്തു. അപ്പൊ മായ എന്തിന് ഓഫ് എടുത്തു എന്ന് കൃത്യമായി ഞങ്ങളെ കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അറിയാം. മനസ്സിലായില്ലേ? ദാറ്റ് ഇസ് എ ബ്യൂട്ടി ഓഫ് ഇറ്റ്. ലൈക്ക് അവരതനുസരിച്ച് മായ ചെന്നിരിക്കുമ്പോ ആ യു ഓക്കെ അത് എവിടെ കേൾക്കാൻ പറ്റും? അത് എന്തുകൊണ്ടാണ്? നമ്മുടെ പേഴ്സണാലിറ്റി ആൾക്കാർക്ക് അറിയാവുന്നുണ്ട്. പിന്നെ മായ ഒരുപാട് ആൾക്കാർക്ക് ഈ സ്ട്രേ കാറ്റ്സിന്റെ അങ്ങനെ ചെയ്യുന്ന ഗ്രൂപ്പ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അങ്ങനെ ചെയ്യുന്നുണ്ട്. സോ അതൊക്കെ ഒരു ജെന്യൂൻ എഫേർട്ടാണ്. സോ ആൾക്കാർക്ക്
നെല്ലും പതിരും എന്താണെന്നുള്ളതൊക്കെ കൃത്യമായി ഈവൻ മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഷോ ചെയ്യാൻ പോയപ്പോഴും ഞാനിങ്ങനെ ഭയങ്കര ലോ ഒരു ഫേസിലാണ്. അവനു ഐ ഡോണ്ട് നോ എനിക്ക് എത്രത്തോളം സംസാരിക്കാൻ പറ്റും എന്ന് എനിക്ക് അറിയില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഐ ആക്ച്വലി ഗോട്ട് എ മെസ്സേജ് സെയിങ് ദറ്റ് സാറില്ല മായ ഇന്ന് കൂടുതലങ്ങ് പാട്ടിട്ടോ, മായ സംസാരിച്ചില്ലെങ്കിലും വേണ്ടില്ല, ടു സേ തിങ്സ് ലൈക്ക് ദാറ്റ്. അത് എന്തൊരു വാംത്ത് ആണെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ ആ കണക്ട് അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരു കണക്ഷൻ ആണത്. നമ്മുടെ വീട്ടുകാർ നമ്മുടെ അടുത്ത് പറയുന്ന പോലെയാണ് നമ്മളെ കാണാത്ത കുറെ ലിസണേഴ്സ് നമ്മുടെ അടുത്ത് പറയുന്നത്. അപ്പൊ ആ കണക്ട് എനിക്ക് തോന്നുന്നു കംസ് ഓൺലി വെൻ യു ആർ വെരി ജെനുവിൻ ആൻഡ് വെൻ ദേ കൻ ഫീൽ ദാറ്റ് ജെനുവിനിറ്റി ഇൻ യു, അല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും ഇപ്പം സങ്കടമാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു തരത്തിലുള്ള സങ്കടമൊക്കെ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വിൽ ഹാൻഡിൽ ഇറ്റ് ഓൺ എയർ. അല്ലാത്തതൊക്കെ നമ്മൾ ബ്രേക്ക് എടുക്കേണ്ടതാണെങ്കിൽ നമ്മൾ മനുഷ്യർ തന്നെയല്ലേ, നമുക്ക് ബ്രേക്ക് എടുത്തല്ലേ പറ്റൂ. അതെ. ഇപ്പം ജീൻ ഒരു സംവിധായകൻ കൂടിയാണ്. ഏഞ്ചൽസ് മൂവി സംവിധാനം ചെയ്തു. അതിനുശേഷം കുട്ടൻപിള്ളയുടെ ശിവരാത്രി ഒക്കെ ചെയ്ത ഒരു സംവിധായകൻ എന്തുകൊണ്ടാണ് സിനിമ ചെയ്യാതിരിക്കുന്നത്? ഞാൻ നേരത്തെ ഒരു കാര്യം ഫിനാൻസ് മാസാമാസം ഒരു ദിവസം എത്തുമ്പോഴത്തേക്ക് ഒരു കിളിനാദം വരുമല്ലോ ഫോണിലോട്ട് എന്ന് പറയാം. അത് വരുന്നതിന്റെ തലേ ദിവസം വരെ ആയിരിക്കും നമ്മൾ റിസൈൻ ചെയ്യണം അല്ലെങ്കിൽ വേറെ സിനിമ ചെയ്യണം എന്നൊക്കെ. കാരണം സിനിമയ്ക്ക് ഇപ്പം ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ അഭിനയിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അവർക്ക് ഒക്കെ ഉള്ള ഒരു അനുഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 15 അല്ലെങ്കിൽ 20 ഡേയ്സ് ഒരു കോൾ ഷീറ്റ് ഉണ്ടെങ്കിൽ അഭിനയിച്ചിട്ട് അവർക്ക് തിരിച്ചു വരാൻ പറ്റും. സിനിമയുമായിട്ട് അങ്ങനെ നിൽക്കാൻ പറ്റും. എന്നെ അഭിനയിക്കാൻ ആരും വിളിക്കുന്നില്ല. ഞാൻ സംവിധാനം ചെയ്യുന്ന ഒരാളാണ്. അപ്പം സംവിധാനം എന്ന് പറയുന്ന പ്രോസസ്സ് കുറെ കൂടെ ലെങ്തി പ്രോസസ്സാണ്. പ്രീ പ്രൊഡക്ഷൻ, പോസ്റ്റ് പ്രൊഡക്ഷൻ, എൻ്റെ പ്രൊമോഷൻ ഒക്കെ ആയിട്ട് കുറേ ടൈം. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 6 to 7 months ആണ് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഈ ജോലിയിൽ നിന്നും മാറി നിൽക്കുക ഇത്രയും നാളെന്ന് പറഞ്ഞാൽ എനിക്ക് 2 സിനിമ ചെയ്യാൻ കിട്ടിയത് തന്നെ എൻ്റെ കമ്പനി എനിക്ക് തന്നിരിക്കുന്ന വലിയൊരു എന്താ പറയുന്ന ഒരു ഔദാര്യം എന്ന് തന്നെ വേണം പറയാം. കാരണം അതങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഇനി ലീവ് ചോദിച്ചു കഴിഞ്ഞാൽ യു ബെറ്റർ ലീവ് എന്ന് എനിക്ക് എൻ്റെ കമ്പനിക്ക് എൻ്റെ അടുത്ത് പറയാൻ പറ്റും. പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. അപ്പം ഞാൻ കംപ്ലീറ്റ്ലി സിനിമ ഇനി അടുത്തൊരു സിനിമ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ എൻ്റെ വർക്കിൽ നിന്നൊരു ബ്രേക്ക് എടുത്തിട്ടേ ചെയ്യുള്ളൂ. പക്ഷെ അതിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്ക് ജോണ് നന്നായിട്ട് അറിയാം. ജോണിന് ഒരു പോയിന്റ് എത്തുമ്പോ ഉള്ളിൽ നിന്നും ഒരു ഫയർ വരും. കാരണം ഞാനത് ഏഞ്ചൽസിലും കണ്ടതാണ്, കുട്ടൻപിള്ളയിലും കണ്ടതാണ്. ആ സമയത്ത് വെറുതെ പറയാണ്, ഫൈനാൻസ് ഒന്നും ഒരു ചിന്തയേ ഇല്ല. ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ചെയ്തിരിക്കും. അല്ല, അങ്ങനെയല്ല. അത് 100%. ആ സമയത്ത് ഫൈനാൻസും ചിന്തയില്ല, വേറെ ഒന്നും ചിന്തയില്ല. വെൻ ഹീസ് കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ഇൻ ദാറ്റ്, അത് ചെയ്തിരിക്കും. അത് അങ്ങോട്ട് എത്തിയിട്ടില്ല ഇതുവരെ. അല്ല, ഞാൻ ഏഞ്ചൽസിലെ പ്രൊഡ്യൂസറിന്റെ സ്ഥാനത്ത് മായ കർത്ത എന്നൊരു പേര് കണ്ടിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഏതാ നിങ്ങൾ ഏതൊക്കെ ചലഞ്ചസ് വന്നപ്പോഴത്തേക്ക് ഓവർകം ചെയ്തു എന്ന്. അതിലൊരു ചലഞ്ച് ഇതായിരുന്നു. കാരണം ഒരാൾ പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പം ആ പ്രൊഡ്യൂസർ അവസാന നിമിഷം ആയപ്പോഴത്തേക്ക് പുള്ളി ഞങ്ങളെല്ലാം സെറ്റായി. പുള്ളി ഒരു ഷൂട്ട് തുടങ്ങുന്നതിന് ഒരു കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പേ പുള്ളി ബാക്ക് ഔട്ട് ചെയ്തു. ബാക്കൗട്ട് ചെയ്തപ്പോഴത്തേക്ക് ഞാനീ പറഞ്ഞില്ലേ മറ്റേ എന്റെ കുറച്ച് സുഹൃത്തുക്കളുണ്ടല്ലോ, അത് ഞാൻ എന്ത് പറഞ്ഞാലും കേൾക്കുകയും പിണങ്ങി കഴിഞ്ഞാൽ പിണങ്ങുകയും ചെയ്യുന്ന അങ്ങനെ കുറച്ച് സുഹൃത്തുക്കൾ. ആ സുഹൃത്തുക്കളും പിന്നെ മായും ഞങ്ങൾ എല്ലാവരും കൂടെ ഓക്കെ ലെറ്റ്സ് ഡു എ ഫിലിം ടുഗദർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ്. കോയിൻസിഡന്റ്ലി അത് സംഭവിച്ചു പോയതാ. അല്ലാതെ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാമെന്നൊന്നും ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല. ഈ ആള് ബാക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ നമ്മൾ ഒരു ദിവസം നമ്മൾ അതിനകത്ത് ഹിഷാം എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസർ ഉണ്ട്, സാജു ഉണ്ട്, ലിനു പിന്നെയാ വരുന്നത്. അപ്പൊ ഹിഷാം, സാജു, ഞാന്, ഹിഷാമിന്റെ വൈഫുണ്ട്, സാജുവിന്റെ വൈഫുണ്ട്. അപ്പൊ നമ്മൾ എല്ലാവരും കൂടെ എങ്ങോട്ടോ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ എൻ്റെ അടുത്ത് ഹിഷാം ചോദിച്ചു, എന്തായി ജോണ്ട് പടം? ഞാൻ എടാ ഒന്നും പറയണ്ട, ഇപ്പൊ ദേ ലാസ്റ്റ് മിനിറ്റ് ഇങ്ങനെ ബാക്ക് ഔട്ട് ആയി എന്ന് പറഞ്ഞു. അപ്പൊ ആക്ച്വലി ഹിഷയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, നമുക്ക് എല്ലാവർക്കും കൂടെ എത്രയാവും ബഡ്ജറ്റ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇത്രയാവും. നമുക്ക് എന്നാ പിന്നെ നമ്മൾ 3 പേരില്ലേ, ഒരാളെയും കൂടെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കൂടെ സ്പ്ലിറ്റ് ചെയ്തത് ചെയ്തുകൂടെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എടാ അത് എളുപ്പമല്ല കേട്ടോ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ അപ്പൊ ഞാൻ പറഞ്ഞു ഐ ഡോണ്ട് നോ, ഐ മീൻ നിങ്ങളാണ് തീരുമാനം എടുക്കുക. ദെൻ ഇങ്ങനെയാണ് അത് നടന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും വേറെ ഒരു ലിനുവും കൂടെ ഇതിന്റെ ഒരു ഭാഗമായി. വേറൊരാള് ത്രൂ ആണ് ലിനു ഐസക്കിനെ നമ്മൾ ലിങ്ക് ചെയ്യുന്നത്. അങ്ങനെ 4 പേരായി നമ്മള്. സോ ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് എൻ്റെ കയ്യിൽ പൈസയൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. സത്യം പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ പൈസയൊന്നും ഉണ്ടായിരുന്നില്ല. ബിക്കോസ് എവിടെ നിന്നാണ് അത്രയും പൈസ വരുന്നത്? ദെൻ ഐ ടോൾഡ്, ഞാൻ ജോണിന്റെ അടുത്ത് പറഞ്ഞു, സി
എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഇനിയിപ്പോൾ ഞാൻ അങ്ങനെ ക്രിയേറ്റീവ് പ്രോസസ്സിൽ ഇപ്പോൾ സ്ക്രിപ്റ്റ് എഴുതുക അങ്ങനത്തെ പരിപാടിയൊന്നും എനിക്ക് ചെയ്യാൻ അറിയത്തില്ല. ഞാനത് ചെയ്യാതിരിക്കുന്നതുമാണ് നല്ലത്. ബിക്കോസ് അത് മുഴുവൻ ജോണിന് ഞാൻ വിട്ടുകൊടുത്തിരിക്കുകയാണ്. ബിക്കോസ് ഹീ ഈസ് ഗുഡ് അറ്റ് ഇറ്റ്. അത് മൈറ്റ് as well ഡു ഇറ്റ് നീറ്റ്ലി അല്ലേ. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് ഞാൻ കൈയടത്താറേ ഇല്ല. എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ജോണിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ മുന്നിലുള്ള ചലഞ്ച് ഫൈനാൻസ് ആണ്. സോ ഞാൻ നോക്കിയപ്പം നമുക്ക് റേസ് ചെയ്യാൻ പറ്റുന്ന പൈസയേ ഉള്ളൂ ഇത്. അങ്ങനെ ദെൻ അടുത്ത സംഭവം എന്ന് പറഞ്ഞാൽ അതിന്റെ അടുത്ത സൈഡ് എന്ന് പറയുന്നത് ഇത് അഥവാ ഉറപ്പായിട്ടും അല്ല സിനിമ ചെയ്യാനുള്ള സംവിധാനം റെമ്യൂണറേഷൻ ചോദിക്കാൻ അപ്പൊ ഇത് കുറേ നാൾ ഇത് നമ്മൾ ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയം തൊട്ട് തന്നെ ഞാൻ കേൾക്കുന്നുണ്ട് എനിക്ക് ഈ സിനിമ ചെയ്യണം എന്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ച ഇത് കേട്ടിട്ടുണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഇതങ്ങ് പോവുമായിരിക്കുന്നു. പക്ഷെ പോകുന്നോറും ഇത് കൂടി ഇങ്ങനെ വരുവാ. അപ്പൊ ഞാൻ വിചാരിച്ച ദൈവമേ ഈ പ്രാന്ത് തീരുന്നില്ലേ. അവസാനം ഫൈനലി ഐ ഡിസൈഡഡ് ദാറ്റ് ദിസ് ഇസ് വാട്ട് ഹി വാണ്ട്സ്. ഹി ഈസ് വെരി പാഷനേറ്റ് അബൌട്ട് ഇറ്റ്. അപ്പം ഞാൻ പറഞ്ഞു ശരി, ഇതിന്റെ നമുക്ക് റേസ് ചെയ്യാൻ പറ്റുന്ന പൈസയാണ്. പിന്നെ ഇതിന്റെ അടുത്ത സൈഡ് ഇത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് എത്രമാത്രം ആഘാതം ഉണ്ടാകും എന്നും കൂടെ അറിയണമല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ഇത് മൊത്തത്തിൽ പോയി എന്ന് തന്നെ ഇരിക്കുക. We can still survive. നമ്മളങ്ങനെ we will not come to the streets. നമ്മളിങ്ങനെ അതുകൊണ്ടെന്താ മൊത്തം പോയി. അല്ല സിനിമയെ കുറിച്ച് നമ്മളുടെ അടുത്ത് പറഞ്ഞു തന്ന ഫസ്റ്റ് ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% ലോസ് ഉണ്ടാവാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. 100%. അപ്പം ആ പ്രോബബിലിറ്റി നമ്മൾ കണക്കിൽ വെക്കണം. മനസ്സിലായോ? അപ്പൊ ഞാൻ പറഞ്ഞു ശരി, അപ്പൊ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഗെയിൻ ചെയ്യുന്നത്? ഒരാളുടെ ഡ്രീം അവിടെ സാക്ഷാത്കരിച്ചു. മനസ്സിലായോ? അപ്പം എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഐ വാസ് ഇൻവെസ്റ്റിംഗ് ഇൻ എ ഡ്രീം. ഐ വാസ് നോട്ട് തിങ്കിങ് ഓക്കെ ഇത്ര ഇൻവെസ്റ്റ് ചെയ്തു എനിക്ക് ഇതിന്റെ 10 ഇരട്ടി കിട്ടും. അങ്ങനെ തന്നെ പറഞ്ഞു. ചുമ്മാ ഇരുന്ന് തള്ളുവോ, എന്ത് ചെയ്യാനല്ല. ഇത്രയും ക്യാഷ് ഒപ്പിച്ച് ആ നിർണായക നിമിഷത്തിൽ സഹായിച്ചതും പോരാ, എന്നിട്ട് ഒന്ന് കോംപ്ലിമെന്റ് പോലും ചെയ്യുന്നില്ല. അതെ, ഒരു 5 മിനിറ്റ് പറഞ്ഞ 5 മിനിറ്റ് പൂർത്തി പറയൂ. സിനിമയിലെ ഏഞ്ചൽസിലെ യഥാർത്ഥത്തിൽ ആരാന്നറിയോ? അല്ല ഇപ്പം പക്ഷേ സ്ത്രീ നിർമ്മാതാക്കൾക്ക് ഭയങ്കര സ്റ്റാർഡമാണ് അല്ലേ? ഇപ്പൊ ഭയങ്കര സ്റ്റാർഡം ഉണ്ട്. എങ്ങനെയുണ്ടായിരുന്നു? പ്രൊഡ്യൂസർ ആയിട്ടോ സെറ്റ് വന്നിട്ടില്ല. കാരണം എനിക്ക് സിനിമയെ കുറിച്ച് ഒന്നും അറിഞ്ഞൂടാ. കടന്നു പോരുന്നു കാരണം എനിക്കിവിടെ ജോലി ഇല്ലേന്നേ. അപ്പം നമുക്കങ്ങനെ റെഗുലർ ആയിട്ട് പോകാനും പറ്റില്ലല്ലോ. ആക്ച്വലി അത് ഫുൾ ആയിട്ട് ആ സമയത്ത് പ്രൊഡ്യൂസർ എന്നുള്ള ലെവലിൽ നിന്നിരുന്നത് മുഴുവൻ ലിനു ആയിരുന്നു ഫുൾ നിന്ന്. കാരണം ലിനുവിന് സ്വന്തം ബിസിനസ് ആണ്. അപ്പൊ ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. നമുക്കിവിടെ ജോലി ഉള്ളത് കൊണ്ട് നമുക്ക് എപ്പോഴും പോയി നിൽക്കാൻ പറ്റില്ലല്ലോ. ബട്ട് ഐ തിങ്ക് ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ്. കാരണം അവിടെ ചെന്നപ്പോഴത്തേക്കും എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ എന്താണെന്ന്, ജോൺ ആക്ച്വലി ഭയങ്കര, അതുവരെയും ഞാൻ ജോണിനെ ഭയങ്കര ചൂടനായിട്ടാണ് കണ്ടിരിക്കുന്നത്. പെട്ടെന്ന് ദേഷ്യം വരുന്നു. അപ്പം ഞാൻ ദൈവമേ ഇനി അവിടെ അത് ആരൊക്കെയാണ്? ആശ ശരത്ത്, ജോയ് മാത്യു, പിന്നെ ഇന്ദ്രനെ പിന്നെ നമുക്കറിയാം. ഇന്ദ്രൻ പിന്നെ അളിയ ടൈപ്സ് ആയതുകൊണ്ട് കുഴപ്പമില്ല. ജോൺ അങ്ങനെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവസാനം ആരോടെങ്കിലൊക്കെ ദേഷ്യപ്പെട്ട് ചീത്ത വിളിക്കുമോ? എൻ്റെ ദൈവമേ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. മര്യാദയ്ക്ക് പെരുമാറുമോ ദൈവമേ? ഇതൊക്കെയായിരുന്നു എൻ്റെ. ഇറ്റ് വാസ് ലൈക്ക് എന്താ പറയുക, ഒരു കൊച്ചുകുട്ടിയെ നമ്മൾ ആദ്യമായിട്ട് ഒരു ഇടത്തോട്ട് വിടുമ്പോൾ ഒരു പേടിയില്ലേ. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഐ അണ്ടർസ്റ്റുഡ് ഹീ വാസ് എ വെരി ഡിഫറെന്റ് പേഴ്സൺ. സെറ്റിലെ ജോണിന്റെ ഒരു ഡിമീനിയർ, ഒരു സ്വഭാവം, ഒരു ലാംഗ്വേജ്, ബോഡി ലാംഗ്വേജ്, എവറിത്തിങ് വാസ് വെരി ഡിഫറെന്റ് ആൻഡ് ഇറ്റ് വാസ് വെരി നൈസ് ടു സീ ഹിം ഡയറക്റ്റ്. വീണ്ടും ഒരു പ്രണയം തോന്നിയില്ലേ? അപ്പോ തോന്നി. ആക്ച്വലി എന്താണെന്നറിയാം, ഐ വാസ് വെരി ഇംപ്രസ്ഡ്. ഞാൻ ജെന്യുവിൻലി ഞാൻ പറയാം. ബിക്കോസ് ഞാൻ കാണുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മറ്റേ എന്താ പറയാ, എടാ സെറ്റ് ഇട്ടിട്ട് നമ്മുടെ ചിത്രാഞ്ജലിയില് സെറ്റ് ഇട്ടിട്ട്, അപ്പൊ അത് ആശ ചേച്ചിയുണ്ട്, ജോയ് ചേട്ടനുണ്ട്, ഇന്ദ്രനും ഉണ്ട്. അപ്പൊ ഇന്ദ്രൻ ആ ഒരു TV സെറ്റിലേക്ക് കയറി വരുന്ന ഷോട്ടാണ്. സോ ആക്ച്വലി ജോൺ ചെന്ന ആശ ചേച്ചിയുടെ അടുത്ത് സംസാരിക്കുകയാണ്, ഡിസ്ക്രൈബ് ചെയ്യുവാണ്. ഇവിടെ ഇരുന്ന് മൈക്കിലല്ല വിളിച്ചു പറയുന്നത്, അവിടെ ചെന്ന് ഹീസ് ഡിസ്ക്രൈബിങ് എവറിത്തിങ്. അപ്പൊ ആശ നമുക്ക് ഇങ്ങനെയൊക്കെ വേണം. സോ ഐ വാസ് ലുക്കിംഗ് ആൻഡ് ഐ വാസ് തിങ്കിങ് that's a very nice way to actually communicate to an artist. പരിപാടി അതായത് സ്വന്തം വീട്ടിൽ നിന്ന് പൈസ എത്ര ദിവസത്തിനുള്ളിൽ ഷൂട്ട് തീർക്കണം, എങ്ങനെയും ഇതൊന്ന് നന്നായിട്ട് പോയാൽ മതി എന്നുള്ളതാണ് നമ്മൾ. പിന്നെ ഞാൻ കാണുന്നത് കുട്ടമ്പിള്ളയിലാണ്. കുട്ടമ്പിള്ളയിൽ എല്ലാം ന്യൂ കമേഴ്സ് ആണ്. സുരാജേട്ടൻ അല്ലാതെ വേറെ ആരും ഇതിനകത്ത് ഇല്ല. ഓൾമോസ്റ്റ് എല്ലാവരും ന്യൂ കമേഴ്സ് ആണ്.
അപ്പോ ആ സമയത്തും എനിക്ക് പേടിയുണ്ടായിരുന്നു, ജോൺ ഇങ്ങനെ ദേഷ്യപ്പെടുവോ, ഈ അതിനകത്ത് എല്ലാം പുതിയ ആൾക്കാരും അല്ലേ, അപ്പൊ ഈ ദേഷ്യപ്പെടുന്നത് എനിക്ക് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ് കേട്ടോ. അത് ഈ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നമ്മളെ ഷൗട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര സങ്കടമല്ലേ. അപ്പൊ ഞാൻ വിചാരിക്കും, എടാ നീ അങ്ങനെ ചെയ്യില്ല കേട്ടോ എന്നൊക്കെ ഞാൻ പറഞ്ഞത്. പക്ഷെ അവിടെയും ഇതേപോലെ വാട്ട് ഐ സോ ഇസ് അതിനകത്ത് കുറെ കുഞ്ഞു കുട്ടികളുണ്ട് കേട്ടോ. അതായത് 5 വയസ്സ് 3 വയസ്സൊക്കെ ഉള്ള കുഞ്ഞുങ്ങളും ഉണ്ട്, നല്ല മുതിർന്ന ആൾക്കാരും ഉണ്ട്. ജോൺ എല്ലാരെയും വിളിച്ചിട്ടാണ് സംസാരിക്കുന്നത്. സോ ദാറ്റ് വാസ് ഓൾസോ സംതിങ് വിച്ച് ഐ വാസ് വെരി ഇംപ്രസ്ഡ്. പിന്നെ ഞാൻ കുട്ടമ്പിള്ളിയിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് 10-60ഓളം പുതിയ ആൾക്കാരുണ്ട് സിനിമയിൽ. അന്ന് ദുബായിൽ നിന്ന് തന്നെ 10-25ഓളം ആൾക്കാർ, ദുബായ് 35-30 അടുപ്പിച്ച ആൾക്കാരുണ്ടായിരുന്നു ദുബായിൽ നിന്ന് തന്നെ മാത്രം. ഇവിടുന്ന് നമ്മള് ഇവർക്ക് ആർക്കും തന്നെ സിനിമയിൽ അഭിനയിച്ചുള്ള മുൻകാല അനുഭവങ്ങളൊന്നും തന്നെ ഇല്ല. ഞാൻ ഇവിടെ ഓഡിഷൻ നടത്തി അങ്ങനെയാണ് ഞാൻ കൊണ്ടുവന്നത്. അപ്പം എനിക്കൊരു ഫാമിലിയിൽ പെട്ട സുരാജിന്റെ ഫാമിലിയിൽ പെട്ട ആയിട്ടാണ് വേണം, കാരണം വലിയ ഫാമിലി ആയിട്ടൊക്കെ ആണല്ലോ. അപ്പം ഞാൻ ഇവരെ ഒരുമിച്ച് നിർത്തി. അപ്പം കാരണം ഈ സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങുന്നതിനും ഏതാണ്ട് ഒരു 5-6 മാസം മുമ്പേ തന്നെ ഞാൻ ഇവരെല്ലാം സംസാരിച്ച് സെലക്ട് ചെയ്ത് അവരോട് കാര്യങ്ങളെല്ലാം, എന്നിട്ട് പിന്നെ അവരൊരു ഗ്രൂപ്പായിട്ട് നിർത്താൻ ശ്രമിച്ചു. അതൊരു പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സിനിമയുടെ സെറ്റിൽ വരുമ്പോൾ ഞാൻ സുരാജിനോട് ഒരൊറ്റ കാര്യം ഞാൻ പറഞ്ഞോളൂ. പക്ഷേ സുരാജിനോട് ആ കാര്യത്തിൽ എനിക്ക് ഭയങ്കര താങ്ക്ഫുൾ ആണ്. ഞാൻ സുരാജിൻ്റെ അടുത്ത് പറഞ്ഞു, സുരാജിൻ്റെ ചുറ്റും നിൽക്കുന്ന ഈ സിനിമയിൽ നിൽക്കുന്ന എല്ലാവരും ആദ്യമായിട്ടാണ് ക്യാമറ ഫേസ് ചെയ്യുന്നത്. ഓക്കെ, ചിലപ്പോൾ നമുക്ക് ഒരു ക്ഷമ കുറച്ച് കൂടുതൽ വേണ്ടി വരും. ഞാനത് റെഡിയാണ്. സോ ആസ് എൻ ആക്ടർ സുരാജും കൂടെ അതിന് റെഡി ആക്കണം. പക്ഷെ അതിന് സുരാജ് തന്ന സപ്പോർട്ട് വാസ് ഗ്രേറ്റ് ആണ്. പക്ഷേ സുരാജ് ഓരോ സീനൊക്കെ കഴിയുമ്പോഴത്തേക്ക് സുരാജ് എന്ന് പറയും, എടാ അവര് ഭയങ്കരം കേട്ടോ, ഭയങ്കര അഭിനയിക്കുന്നത് നല്ല, അയ്യോ സുഗ്ര, ഇവൾ അടിപൊളിയായിട്ട് വരും, ഇവൻ അടിപൊളിയായിട്ട് വരും എന്നൊക്കെ നമ്മളടുത്ത് പറയും. അപ്പം നമ്മുടെ ഒരു ജഡ്ജ്മെന്റ് ശരിയാണ് എന്നുള്ളത് നമ്മൾ കാസ്റ്റ് ചെയ്ത ഒരു പ്രധാനപ്പെട്ട നടൻ തന്നെ നമ്മളോട് അത് തിരിച്ചു പറയുമ്പോഴത്തേക്ക് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഈ കുട്ടൻപിള്ളയുടെ ശിവരാത്രി വൺ ഓഫ് മൈ ഫേവറേറ്റ് മൂവിയാണ് കേട്ടോ. ഞാൻ റിപ്പീറ്റീവ് വാല്യൂ ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഞാനത് പലപ്പോഴും കാണാറുണ്ട്. രസമായിട്ടാണ് ആ ഒരു സിനിമ കണ്ടിരിക്കുന്നത്. അപ്പൊ അതൊരു നടന്ന ഇൻസിഡന്റ് ആണ്. ഈ നടന്ന ഇൻസിഡന്റ് നമ്മൾ സിനിമയാക്കുമ്പോൾ അതിൽ ഒരുപാട് റിസർച്ച് വേണ്ടി വരും. അതുപോലെ തന്നെ അതിൽ ക്ലൈമാക്സിലുള്ള വെടിക്കിട്ട്, അതൊക്കെ അത്രയും റിസർച്ചിന് വേണ്ടി ചെയ്യേണ്ടത്. പക്ഷെ അതിനൊരു റെഫറൻസ് ഉണ്ടാവും എന്ന് എനിക്ക് അറിയില്ല. അപ്പം എങ്ങനെയായിരുന്നു ആ ഒരു ക്ലൈമാക്സിന്റെ ഒരു ചിത്രീകരണത്തിന്റെ ഒരു ക്ലൈമാക്സിൻ്റെത്? നമ്മൾ ഈ പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്തത്തിന് ബേസ് ചെയ്തിട്ടാണ് അതിന്റെ ക്ലൈമാക്സും വരുന്നത്. അപ്പം നമ്മൾ സിനിമയ്ക്കകത്തത് പ്ലാത്തൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇപ്പം ഏതൊരു ഇപ്പോൾ സിനിമകളിൽ ഇപ്പം നമ്മളിപ്പോൾ ഒരു ദുരന്തം നടക്കുന്നു, ഇപ്പം വെള്ളപ്പൊക്കം വരുന്നു, പ്രളയം വരുന്നു, അപ്പം നമുക്ക് റെഫറൻസ് സിനിമകളുണ്ട്. ഇപ്പോൾ പ്രളയത്തിന്റെ ഉരുൾപൊട്ടലിന്റെ ഒക്കെ ഏറ്റവും മികച്ച റെഫറൻസ് ആണ് പുറപ്പാട് എന്ന് പറയുന്ന സിനിമ. ഇപ്പം ട്രെയിൻ ദുരന്തമാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ഈ ഐലൻഡ് എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ട് അയ്യർ ദ ഗ്രേറ്റിനകത്ത് ഐലൻഡ് എക്സ്പ്രസ് ഞാൻ പറഞ്ഞത് മറ്റേ 5 സിനിമകളുടെ ആന്തോളജിക്കകത്ത് ഒരെണ്ണം. പക്ഷെ അതിനകത്ത് സീക്വൻസസ് ഉണ്ടെന്നല്ലോ, അവരുടെ ഫുട്ടേജ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പൊ അങ്ങനെ ഓരോ ഇൻസിഡന്റിനും ഇങ്ങനെ റെഫറൻസ് ഉണ്ട്. ഈ വെടിക്കെട്ട് ദുരന്തത്തിന് ഒരു റെഫറൻസ് ഞാൻ കണ്ടില്ല. അപ്പൊ എനിക്കൊന്ന് പണ്ട് ഉത്സവം എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഇതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു നെടുമുടി വീണ അഭിനയിച്ച സിനിമ, ഐ എം നോട്ട് ഷുവർ. അപ്പൊ അത് കാണാൻ ഞാൻ നോക്കിയപ്പോൾ അത് നടന്നില്ല. അപ്പൊ വെടിക്കെട്ട് ദുരന്തം എനിക്ക് എങ്ങനെ എടുക്കണമെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ ഞാൻ എന്താ വിചാരിച്ചെന്ന് വെച്ചാൽ, എൻ്റെ വീടിനടുത്തുള്ള അമ്പലമാണ് പുറ്റിങ്ങൽ, അതായത് ഈ അമ്പലം നിൽക്കുന്നത്. അത് ഒരു കടലിനോടൊക്കെ ചേർന്ന് നിൽക്കുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പം ഞാൻ ഈ അപകടം നടക്കുന്നതിന് മുമ്പും ആ അമ്പലത്തിൽ പോയിട്ടുണ്ട്, അപകടം നടന്നതിന് ശേഷവും ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഈ സ്ക്രിപ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ അപകടം നടന്ന് അവിടെ പണികളെല്ലാം പൂർത്തിയാക്കി വീണ്ടും പഴയതുപോലെ ആയതിനു ശേഷമാണ് ഞാൻ പോകുന്നത്. അപ്പം എനിക്ക് അതിൻ്റെ ഒരു വ്യത്യാസവും അതിൻ്റെ ഒരു ഫീലും ഭയങ്കര ഇതായിട്ട് തോന്നി. അപ്പം ഞാൻ സ്ക്രിപ്റ്റ് എഴുതുന്ന ടൈമിലെല്ലാം തന്നെ ആ പരിസരത്ത് നിന്നുകൊണ്ട് ഞാനത് എക്സ്പീരിയൻസ് ചെയ്യുന്നതായിട്ടാണ്. ഇപ്പം ഞാൻ വെടിക്കെട്ടുകൾ കണ്ടിട്ടുണ്ട്. വെടിക്കെട്ട് ദുരന്തം ഇങ്ങനെ പൊട്ടിയാൽ എന്തൊക്കെ സംഭവിക്കാം, തീ എങ്ങനെയും പോവാം, എന്തും സംഭവിക്കാം. സോ ദാറ്റ് വാസ് എ ഫ്രീഡം വിച്ച് ഐ ടുക്ക് ഇറ്റ് ഫ്രം ഇറ്റ്. അപ്പം ഞാനിങ്ങനെ എഴുതുന്ന സമയത്ത് ഈ ഷോട്ടിൽ ഇത് ഇന്ന സംഭവിക്കുന്നു ലൈക്ക് ഈ ഒരു ബ്രേക്കപ്പ് ഉണ്ടാക്കി. പിന്നെ നമ്മളത് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഇറ്റ് വർക്ക്ഡ്. ലൈക്ക് എങ്ങനെയാണ് അതിൻ്റെ ഇവൻറ്റ്സ്. കാരണം അതിനകത്ത് ഒരു ദുരന്തം മാത്രമല്ല, ആ ദുരന്തത്തിനിടയിൽ ഈ സിനിമയിൽ അത്രയും നേരം വരെ പറഞ്ഞു വന്ന കഥാപാത്രങ്ങളുടെയൊക്കെ പ്രസൻസ് ഉണ്ട്. അപ്പം അവർക്ക് എന്ത് സംഭവിക്കുന്നു നമ്മൾ കാണിക്കുക, എന്നാലും അത് ഇമോഷണലി കണക്റ്റ് ആവുള്ളൂ. അപ്പം നമ്മൾ 12 ദിവസം കൊണ്ടാണ് ആ ഫുൾ സീക്വൻസസ് ഷൂട്ട് ചെയ്തത്. അത് സിനിമയുടെ ബഡ്ജറ്റിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം തന്നെ, കാരണം ഉത്സവമാണല്ലോ, ഇത്രയധികം ജൂനിയർ ആർട്ടിസ്റ്റുകൾ വരുന്നു. പക്ഷെ കാസ്റ്റിംഗ് ഈ പറഞ്ഞ കണക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയ ഒരു കാസ്റ്റിംഗ് ആണ് അതില്. സുരാജിന്റെ വൈഫായിട്ട് ആശ, എല്ലാവരും പുതിയ ആൾക്കാർ. രമ്യയുടെ ഫസ്റ്റ് ഫിലിമാണ്. രമ്യ പിന്നീട് ഒരുപാട് സിനിമകളിൽ പിന്നെ അഭിനയിച്ചു. അങ്ങനെ ഒരുപാട് പേര്. ലൈക്ക് എനിക്ക് തോന്നുന്നു, ലൈക്ക് എനിക്ക്
എനിക്ക് ഏഞ്ചൽസ് ചെയ്തതിനേക്കാളും കുറച്ചും കൂടെ എനിക്ക് പേഴ്സണലി സാറ്റിസ്ഫൈഡ് ഓൺ മൈ വർക്ക് സൈഡ് ഞാൻ കുറച്ചുകൂടെ കുട്ടമ്പിള്ളയാണ്. കാരണം കുട്ടമ്പിള്ളയിൽ ചലഞ്ചസ് കുറച്ചുകൂടെ കൂടുതലാണ് ഏഞ്ചൽസിനേക്കാളും. കാരണം ഏഞ്ചൽസ് എനിക്ക് ഇന്ദ്രജിത്ത് ഉണ്ട്, ജോയ് മാത്യു ഉണ്ട്, ആശാ ശരത് ഉണ്ട്, ബൈജു ചേട്ടനുണ്ട്. ഇവരെല്ലാവരും എക്സ്പീരിയൻസ് നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഡെലിവറി ചെയ്യാം. ഇവിടെ അങ്ങനെ അല്ല. ഇവിടെ നമ്മൾ അവരെ ട്രെയിൻ ചെയ്തെടുത്തേക്കാണ്. ഒരു തവണ ഒരാൾ തെറ്റിച്ചാൽ അത് ഒരു ഗ്രൂപ്പിനകത്ത് 7-8 പേരൊക്കെ ഉണ്ടാവും, അതിൻ്റെ ഇടയിൽ സൂരാജും ഉണ്ടാവും. ഒരാൾ തെറ്റിച്ചാൽ മതി, പിന്നെ യു ഹാവ് ടു ടേക്ക് ദ ഹോൾ തിങ്. മനസ്സിലായി? അപ്പൊ അവരെ നമ്മൾ പ്രഷർ കൊടുക്കാൻ പാടില്ല, സുരാജിന് അത് ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. ഈ സിനിമ കണ്ടപ്പോൾ ഇതിനകത്ത് 2 പ്രധാനപ്പെട്ട ഇൻസിഡന്റ് ആണ്. ഒന്ന് ചക്ക, 2 ഈ പുറ്റിങ്ങൽ ദുരന്തം എന്ന് പറയുന്നത്. അപ്പൊ എൻ്റെ ഒരു കൗതുകമാണ്, അറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ടാണ് ഇതിന്റെ ഒരു 1 ലൈൻ എന്തായിട്ടാണ് 1 ലൈൻ എങ്ങനെയായിരുന്നു വന്നത്? 1 ലൈൻ, ഓക്കെ. 1 ലൈൻ ഇത് കഥയുണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാല്, പുറ്റിങ്ങൽ ദുരന്തം സംഭവിച്ചു, ഇത്രയധികം ആൾക്കാർ മരണപ്പെട്ടു. ഇന്നും അൺഐഡന്റിഫൈഡ് ആവാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഉത്സവപ്രേമികളായിട്ടുള്ള, വെടിക്കെട്ട് പ്രേമികളായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇത്തരത്തിൽ ഇങ്ങനെ രാത്രികളിൽ സഞ്ചരിച്ച് പല ഉത്സവങ്ങളും കണ്ട്, ഇപ്പോൾ ഒരു സീസണൊക്കെ വരുമ്പോൾ അറിയാമല്ലോ, ഒരു ദിവസം ഇപ്പോൾ ശിവരാത്രി എന്ന് പറയുമ്പോൾ ശിവരാത്രി മഹോത്സവം ഒരേ സമയത്ത് പല 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 അമ്പലങ്ങളിലാണ് നടക്കുന്നത്. അപ്പം ഇവിടെയൊക്കെ പോയി വെടിക്കെട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്ന ആൾക്കാർ, പ്രേമികളായിട്ടുള്ള ആൾക്കാരുണ്ടാവും. ഇവിടുന്ന് ലോകത്തുനിന്ന് ഏതൊക്കെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളതെന്ന് ആൾക്കാരൊന്നും നമുക്കറിയില്ല. സോ അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത്, ഇവിടെ ആ ലൊക്കാലിറ്റിയിലൊന്നും പെടാത്ത ഒരു പറ്റം ആൾക്കാർ അവർ വരുന്നു, അവരവിടെ വെച്ച് അൺഐഡന്റിഫൈഡ് ആയിട്ട് തന്നെ പോകുന്നു എന്നുള്ളതായിരുന്നു ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നത്. രണ്ടാമത്തേതെന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഇന്നൊരു ദിവസം നമ്മുടെ ഫെയ്റ്റ് അനുസരിച്ച് നിങ്ങൾ മരണപ്പെടേണ്ട ഒരു ദിവസമാണ് എന്ന് വെക്കുക. അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾ, അല്ലെങ്കിൽ ഫോർച്ചുനേറ്റ്ലി നിങ്ങളുടെ മരണം ഇന്ന് സംഭവിക്കുന്നില്ല. അൺഫോർച്ചുനേറ്റ്ലി ഫോർച്ചുനേറ്റ്ലി വിട്ടുള്ളൂ, നിങ്ങളുടെ മരണം സംഭവിക്കുന്നില്ല. കൃത്യം 1 വർഷം കഴിയുമ്പോൾ അതേ സാഹചര്യത്തിൽ തന്നെ നിങ്ങൾ എത്തിപ്പെടുകയാണ്, അവിടെ നിങ്ങളുടെ മരണം സംഭവിക്കുന്നു. ഇതായിരുന്നു ബേസിക് കോൺസെപ്റ്റ്. ഇതിനകത്ത് ആ സമയത്ത് ഫാമിലി എന്നോ ചക്കയെന്നോ ഇതിനുള്ള പരിപാടികളൊന്നും തന്നെ ഇല്ല. അതായത് ഇഫ് യു സീ ദ ഫിലിം വൺസ് അഗെയിൻ, ഈ പുറ്റിങ്ങൽ വെടിക്കെട്ട് നടക്കുന്ന, ആ പ്ലാത്തൂർ അമ്പലത്തിന്റെ വെടിക്കെട്ട് നടക്കുന്ന സമയത്ത് പോലീസ് സ്റ്റേഷനിൽ നിൽക്കുന്ന കുട്ടമ്പിള്ളയ്ക്ക് ഒരു ഫോൺ വരുന്നുണ്ട്. അയാൾ അന്ന് അവിടെ ഡ്യൂട്ടിക്ക് പോകേണ്ട ആളാ, അയാൾ അന്ന് അവിടെ പോയില്ല. അയാൾ അന്ന് അവിടെ പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ അയാൾ മരിച്ചേനെ. അപ്പൊ അയാളുടെ വീടിനോട് ചേർന്ന് നിൽക്കുന്ന ശവപ്പറമ്പിലാണ് ഈ അൺഐഡന്റിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ എല്ലാം കൊണ്ടുവന്ന് ദഹിപ്പിച്ചിരിക്കുന്നതും ഒക്കെ. അപ്പൊ ഇയാള് അടുത്ത കൃത്യം 1 വർഷം കഴിയുമ്പോൾ ഇത്രയും നാളും ഈ പ്രേതബാധയുണ്ടെന്ന് തോന്നിയിരുന്ന ഒരു ചുറ്റുപാട് അയാൾ റിയലൈസ് ചെയ്യണം. അയാൾ വീട്ടുകാർക്ക് പറയുന്നുണ്ട്, ഇവിടെ പ്രേതബാധയുണ്ട് എന്ന്. ഞാൻ പറയുന്നത് ഇതിന്റെ എന്താ പറയുന്ന ഒരു ഫിക്ഷണൽ എലമെന്റിൽ വെച്ച് പറയാണ്, പ്രേതബാധയുണ്ട് എന്ന് പറയുന്നു. അയാൾ പറയുന്നത് ആരും വിശ്വസിക്കുന്നില്ല. മരണശേഷം അയാൾക്ക് തന്നെ മനസ്സിലാവുകയാണ് ഇവിടെ പ്രേതബാധയുണ്ടെന്ന്. സോ ഹീ ഈസ് ആക്ച്വലി ജോയിനിങ് വിത്ത് ദ ഗ്രൂപ്പ് ഓഫ്, അങ്ങനെ സോൾസിന്റെ കൂടെ ജോയിൻ ചെയ്യാണ്. അപ്പോഴും അയാൾക്ക് എന്ത് സംഭവിച്ചു, എൻ്റെ മരണശേഷം എൻ്റെ വീട്ടിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് എനിക്ക് കാണണം. ആ ഐഡിയ ആണ് കുട്ടമ്പിള്ളയുടെ ശിവരാത്രി. പറയുകയാണെങ്കിൽ അങ്ങനെ ഒറ്റ വാക്കിൽ അങ്ങനെ പറയാം. അതായത് എന്ന് സ്വന്തം പരേതൻ എന്ന് നമ്മൾ എഴുതില്ലേ. സോ പരേതൻ ഇസ് വിസിറ്റിംഗ് ഹിസ് ഹോം അറ്റ് ഹിസ് ഫ്യൂണറൽ. അന്നറിയാൻ പറ്റുമല്ലോ ആൾക്കാര്, നമ്മളടുത്ത് ഉണ്ടായിരുന്ന ആൾക്കാർ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ആരായിരുന്നു ആൾക്കാരുടെ മുമ്പിൽ എന്നുള്ളത്. അപ്പം എല്ലാവരും പറയാറുണ്ട് ആദ്യത്തെ സിനിമയല്ല നമ്മുടെ 2ാമത്തെ സിനിമയാണ് കുറച്ചും കൂടെ നല്ലതാവേണ്ടത്. പക്ഷെ എനിക്ക് തോന്നുന്നു കുട്ടൻപിള്ള ശിവരാത്രിയിൽ അതിൽ കറക്റ്റായിട്ട് അത് വന്നിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പിന്നെ എനിക്ക് തോന്നുന്നു മിഥുൻ അതിനകത്ത്, മിഥുൻ പിന്നെ കൂടെ വർക്ക് ചെയ്യുന്നതാണ് അത്രയും ഇതാണ്. അപ്പം മിഥുൻ നമ്മൾ ഡബിങ് ആർട്ടിസ്റ്റായിട്ട് നമ്മൾ കേട്ട് തുടങ്ങിയതാണ് സിനിമയിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ മലയാളികൾക്കെല്ലാം. എങ്ങനെയാണ് മിഥുൻ ഒരു കാസ്റ്റിംഗ് ആയിട്ട് വന്നത്? നീ എന്റെ സിനിമയിൽ ഉണ്ടാവും എന്നുള്ളൊരു കാര്യം. ഫസ്റ്റ് ഫിലിമിൽ എനിക്ക് ഏഞ്ചൽസിൽ ആക്ച്വലി മിഥുനെ കാസ്റ്റ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആ സമയത്ത് മിഥുൻ വേറെന്തോ ഒരു തിരക്ക് വന്നത് കാരണം പറ്റിയില്ല. പിന്നെ ആ സമയത്ത് മിഥുൻ വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ജോലി, ഇപ്പം ഞങ്ങളുടെ ഹേറ്റിന്റെ പ്രോഗ്രാമിംഗ് ഹെഡ് എന്ന് പറയുന്ന മിഥുനാണ്. അപ്പോൾ ഞാൻ തന്നെ ഒരാൾ മാറി നിൽക്കുകയാണ്. അപ്പോൾ ഏഞ്ചൽസിന്റെ മിഥുന് ഞാൻ വെച്ചിരുന്ന കഥാപാത്രം എന്ന് പറയുന്നത് ത്രൂ ഔട്ട് ഉണ്ടാവേണ്ട ഒരു ക്യാരക്ടറാണ്. അത് പിന്നീട് അനീഷ് ജി മേനോനാണ് ചെയ്തത്. അപ്പോൾ ആ ചാനലിൽ ഉള്ള ഒരാളായതുകൊണ്ട് ഇപ്പം ഡയലോഗ്സ് ഒന്നും ഇല്ലെങ്കിൽ പോലും അയാളുടെ സാന്നിധ്യം അവിടെ ഉണ്ടാവണം, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് അത് മിഥുന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അത് ജോയിൻ ചെയ്യാൻ പറ്റില്ല. പക്ഷേ സെക്കൻഡ് ഫിലിം വന്നപ്പോൾ തന്നെ ഞാൻ മിഥുൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, മിഥുൻ ഈ സിനിമയിലൊരു ക്യാരക്ടർ ചെയ്യണമെന്നുള്ളത്. മിഥുൻ ആക്ച്വലി നല്ല പൊട്ടൻഷ്യൽ ഉള്ള ആക്ടറാണ്. പക്ഷെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് മിഥുൻ കുറച്ചും കൂടെ നല്ല ക്യാരക്ടേഴ്സ് കിട്ടാന്നുള്ളത്. കൊടുത്തെങ്ങാനും കഴിഞ്ഞാൽ തീർന്നു.
ഇപ്പൊ ഉള്ളത് തന്നെ അധികം. അധികമാണ്. ഇപ്പൊ തന്നെ ഉദ്ഘാടനങ്ങൾ തട്ടി നീ അതെ അതെ, ചെയ്യാൻ പറ്റാത്ത. ഏറ്റവും ബിസി ആയിട്ടുള്ള ആർജി ആണല്ലോ അതെ അതെ. യുഎയില്. മിഥുൻ, എനിക്ക് ഇന്നും ഒരു അത്ഭുതമാണ് ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ എങ്ങനെ സാധിക്കും എന്നുള്ളത്. അടങ്ങിയിരിക്കുന്ന ഒരു സ്വഭാവമേ ഇല്ല. അതെ, ഞാൻ ചിലപ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ പറയും ഞാൻ നെതർലൻഡ്സിലാണ്, ഞാൻ നാളെ യുഎയിലെത്തും. അപ്പോൾ നമ്മൾ യുഎയിലെത്തി വൈകിട്ട് പറയും ഞാൻ കേരളത്തിലാണ്. അപ്പം അത്രയും മൾട്ടി ടാസ്കിങ് ഇത്രയും ഭംഗിയായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയെ ഞാൻ വളരെ വിരളമായിട്ട് ജീവിതത്തിൽ അനിയന്നിൽ കുമ്പിടിയാണ്. അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലായിടത്തും ഉണ്ട്. പക്ഷെ അത് മിഥുന് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന. അതെ, മിഥുന് അതല്ലാതെ ഒന്ന് വെറുതെ ഒന്ന് ഇരുത്തി നോക്കൂ. മിഥുന് വെറുതെ ഇരിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരാളാണ്. കാരണം കൈ പോലും വെറുതെ ഇരിക്കും. ശരിക്കും അതായത് കോവിഡ് ടൈമിൽ എങ്ങോട്ടും ട്രാവൽ ചെയ്യാൻ പറ്റാതെ കൊളപ്പുളിയപ്പനാണ്. എന്തെങ്കിലുമൊക്കെ എപ്പോഴും ചെയ്തോണ്ടിരിക്കണം, അങ്ങനത്തെ ഒരാളാണ്. പക്ഷെ ക്രൗഡിനെ കയ്യിലെടുക്കാൻ ഭയങ്കര എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. അതെ അതെ അതെ, പ്രത്യേകിച്ച് യുഎയുടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമായിട്ട് പറഞ്ഞു മലയാളികൾക്ക്. അതെ അതെ. എനിക്ക് അവനെ നന്നായിട്ട് അറിയാം. ആണല്ലേ? വെറുതെ അല്ല ജോൺ മിണ്ടാതിരിക്കുന്നത്, ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനും മിഥുനും ഞങ്ങള് ഇവിടെ വന്നപ്പോ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ മിഥുൻ ഞങ്ങളിപ്പോ വന്ന സമയത്ത് ഞങ്ങൾക്ക് ആദ്യത്തെ ഒരു മാസം കമ്പനി അക്കോമഡേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ കമ്പനി അക്കോമഡേഷൻ അന്ന് ആ സമയത്ത് 4.0 ആയിട്ടല്ല. അപ്പൊ ഞാൻ വന്ന് എന്റെ കമ്പനി അക്കോമഡേഷൻ ഏതാണ്ട് തീരാറായപ്പോഴത്തേക്കാണ് ഇവൻ വരുന്നത്. അപ്പൊ മിഥുൻ വന്നപ്പോഴത്തേക്ക് മിഥുനും അക്കോമഡേഷൻ കിട്ടി. അപ്പൊ ഞങ്ങൾ വെളിയിൽ ഒരു സ്ഥലം നോക്കണം. അപ്പൊ മിഥുൻ പറഞ്ഞ ആളെ നീ എന്റെ കൂടെ നിൽക്ക്. അപ്പൊ പിന്നെ ഞാൻ കുറച്ച് ദിവസം കൂടെ മിഥുന്റെ കൂടെ നിന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ വെളിയിൽ ഒരു വീട് എടുത്തപ്പോ ഞാന് മിഥുന്, അർഫാസ്, ഫസ്ലു, റിയാസ്, ഷാബുല്ല, ആദ്യം ഞാനും ഷാബുവും കൂടെ താമസിച്ചിരുന്ന. പക്ഷെ ഷാബു ഭയങ്കര ചിട്ട, അത് ജോണിന് പറ്റുന്നില്ല. അതല്ല, ഷാബു ഭയങ്കര ചിട്ടായിരുന്നു. ഷാബു ഭയങ്കര ചിട്ട. ഷാബു കൃത്യസമയത്തൊക്കെ ഓഫീസിൽ പോകും. അതെന്ത് പരിപാടിയാ? അതും പാടില്ല. അപ്പൊ ഷാബു എന്നെ തന്നെ വിളിച്ചു. അപ്പൊ എനിക്ക് ആ സമയത്ത് ഒരു ചിട്ടയൊക്കെ ഉണ്ടായിരുന്നു. ഷാബു വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ ഉണ്ടാവണം. വീട്ടിൽ മറ്റൊരു ദൈവിക പ്രഭാവമാണ് എപ്പോഴും. അങ്ങനെ ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നു ഷാബുവിന്റെ അടുത്ത് നോടി രക്ഷപ്പെടാൻ എന്തായിരിക്കും ഒരു വഴി. അങ്ങനെ നോക്കുമ്പോഴാണ് ഷാബുവിന് ചിക്കൻ ബോക്സ് വരുന്നത്. അപ്പൊ തന്നെ ഞാൻ കിടക്കുകയും ഞാൻ പറഞ്ഞു ഷാബു ചിക്കൻ ബോക്സ് ആണ്, നീ വളരെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. ഞാൻ മാറി തന്നേക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഷാബു. അപ്പൊ ആ സമയത്ത് അപ്പൊ കുറച്ച് ഞങ്ങൾ എല്ലാവരും സത്വയിലാണ് താമസിക്കുന്നത്. ഞാൻ താമസിക്കുന്ന അടുത്തുനിന്ന് ഒരു 200-300 മീറ്റേഴ്സേ ഉള്ളൂ. മിഥുനും ഇവരെല്ലാരും കൂടെ വീടെടുക്കാൻ പ്ലാൻ ചെയ്യുന്നു. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു എടാ ഞാനും ഉണ്ട് 5ാമത്തെ ആളായിട്ട് നേരെ വീടെടുത്തോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 5 പേരും കൂടെ താമസിച്ചു. അപ്പൊ അന്നത്തെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് റിയാസ്, ഫസ്ലു, അർഫാസ് ഇവര് 3 പേരും നല്ല മെലിഞ്ഞ് ഇരിക്കുകയാണ്. അന്ന് വന്ന കൗമാര സ്റ്റേജാണ്. നമ്മള് കൗമാരമല്ല, പക്ഷെ എന്നാലും യൗവനത്തിലേക്ക് കടന്നു. അപ്പൊ ഞങ്ങളെല്ലാരും ഒരു കിങ് സൈസ് ബെഡ് ഉണ്ടെങ്കിൽ അവര് 3 പേരും കിടക്കും. അപ്പൊ 2 ബെഡ്റൂമാണ്. എനിക്കും ഇതിനും ഒരു കട്ടില് തന്നെ വേണം. കാരണം അന്നത്തെ ഞാൻ നല്ല വണ്ണമുണ്ട്, മിഥുനും നല്ല സൈസ് ഉണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ അപ്പൊ ഞങ്ങൾക്ക് പക്ഷെ അതിനകത്തൊരു ഇതില്ല. ഞങ്ങളതിൽ അഭിമാനിച്ച് നടക്കുന്ന ആൾക്കാരാണ്. ഞങ്ങളെ തടിയെ പറ്റി ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു ഞങ്ങൾ ഏത് രീതി പ്രതികരിക്കുന്നു അവർക്ക് പോലും അറിയാൻ പറ്റും. തീർന്നു. അപ്പൊ ആ സമയത്ത് ഞാനും ഇതിനൊക്കെ ആയിരുന്നു ഒരുമിച്ച് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഞങ്ങളുടെ റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് ആർക്കും പ്രവേശനമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആരുടെ തുണി ആരാണ് എടുത്തിട്ടോണ്ട് പോകുന്നത്. ഒരു സിനിമ കണ്ടിട്ടില്ലേ, മറ്റേ ശ്രീനിവാസൻ വന്നിട്ട് അവസാനം ഞാനൊരു തീരുമാനം എടുത്തു, എന്താ നിന്റെ ഷർട്ട് ഞാൻ ഇടുക എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി ഓടിപ്പോത്തില്ലേ, ഓടരുത് നിന്റെ ഷർട്ട് ഞാൻ ഇടുക എന്ന് പറഞ്ഞിട്ട് ഓടി രക്ഷപ്പെടില്ല. ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെയാണ്. ചില ദിവസങ്ങളിൽ ഞാൻ ഇതിന്റെ ഷർട്ട് എടുത്തിട്ടുണ്ട് പോകാറുണ്ട്, ചില ദിവസങ്ങളിൽ അവൻ എന്റെ ഷർട്ട് എടുത്തിട്ടുണ്ട് പോകാറുണ്ട്. അന്ന് ആ സമയത്തൊക്കെ അത് പക്ഷെ ഒരു അതുകൊണ്ട് നമ്മുടെ ഓഫീസിൽ ആ സമയത്ത് ഈ റിസപ്ഷനിലൊക്കെ ഇരിക്കുന്ന കുട്ടികൾക്ക് ആ സമയത്ത് എമിറാത്തീസ് തന്നെയാണ്. അപ്പൊ അവർക്ക് ഭയങ്കര കൺഫ്യൂഷൻ, ഇതിനകത്ത് ആരാ മിഥുൻ ആരാ ജോൺ, പേര് മാറിപ്പോയിരുന്നു. ശരിക്കും രണ്ടുപേരും ഓൾമോസ്റ്റ് ഒരേപോലെ ഇരിക്കുകയായിരുന്നു കണ്ടു കഴിഞ്ഞാൽ. അല്ല അന്ന് ആ ടൈമിൽ ഭയങ്കര രസമായിരുന്നില്ലേ, ഒരു കൂട്ടം മലയാളികൾ വരുന്നു, റേഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നവർ എല്ലാവർക്കും ഒരു കൗതുകമായിരുന്നു. ഇത്രയും വർഷമായിട്ട് നമ്മളുടെ ശബ്ദം കേട്ടോണ്ടിരിക്കുമ്പോൾ അവർക്കറിയാം നിങ്ങൾ എങ്ങനെയാണ് സംസാരിക്കാൻ പോകുന്നത്, നിങ്ങൾ എങ്ങനെ പറയും, എല്ലാം കൃത്യമായിട്ട് അറിയാം. പക്ഷെ അതിലെപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഒരു സ്വയം പുതുമ നഷ്ടപ്പെടുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? എന്താന്നറിയോ, ഇതിനകത്ത് നമ്മളിപ്പം ഞാനിപ്പോ ഷോ ചെയ്യാൻ പോവാണ് മൈക്കിന്റെ മുമ്പിൽ എത്തുമ്പോഴത്തേക്ക് നിങ്ങളുടെ സ്വഭാവം മാറരുത്. ഇപ്പൊ നമുക്കിപ്പം ഫ്രണ്ട്ഷിപ്പ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ എനിക്കറിയില്ല ഇപ്പൊ നിങ്ങൾക്ക് എത്ര വർഷത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ചില ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ സ്കൂൾ കാലം തൊട്ടേ അതുണ്ടാകും.
അത് ചിലപ്പോൾ നമ്മൾ 40s വരുമ്പോഴും 50s വരുമ്പോഴും അതിന്റെ പുതുമ എപ്പോഴും ഉണ്ടാവും. എന്നാൽ നിങ്ങൾ എത്ര വർഷമായിട്ട് ഫ്രണ്ട്സ് ആണ്, നിങ്ങൾക്ക് എന്താ ബോർ അടിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുന്ന പോലെയാണ് ഇത്. ഞാനിപ്പം എന്താ പറയാ, സ്റ്റുഡിയോയിൽ കയറി ഇരിക്കുമ്പോൾ, ഞാൻ അല്ലെങ്കിൽ മൈക്കിന്റെ ഫ്രണ്ടിൽ കയറി ഇരിക്കുമ്പോൾ ഞാൻ ഷോ ചെയ്യാൻ പോവാണേ, ആ ഫീലിംഗിലല്ല വരുന്നത്. ഐ എം ഗോയിങ് ടു ടോക്ക് ടു എ സെറ്റ് ഓഫ് മൈ ഫ്രണ്ട്സ്, ഐ എം ഗോയിങ് ടു ഹാവ് ഫൺ. ഇതാണ് നമ്മുടെ തോട്ട്. കാറിലിരുന്ന് വണ്ടി ഓടിച്ചു പോകുന്ന ആൾക്കാര് നമ്മളത് എപ്പോഴും ഓണർ വരുമ്പോൾ പറയാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കുന്നുണ്ടെങ്കിൽ പോലും എന്റെ കൂട്ടത്തിൽ 3 പേരുണ്ട്. അതാണ് ഇപ്പം അതാണ് ഇപ്പൊ എന്റെ ടൈം വരുന്ന ഒരു 11 മണിക്ക് ശേഷം വരുന്നത്. എനിക്ക് എപ്പോഴും മായ നമ്മുടെ കുക്കിംഗ് കമ്പാനിയൻ ആകട്ടോ എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് മെസ്സേജ്. അല്ലെങ്കിൽ കുറെ ആൾക്കാരുണ്ട് ഓഫീസിൽ ഒരു ചെവിയിൽ മാത്രം മറ്റേ ഹെഡ്ഫോൺസ് വെച്ചിട്ട് കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. സോ അവരെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഇസ് എ കമ്പാനിയൻ, മനസ്സിലായോ? അപ്പൊ ആ കമ്പാനിയൻഷിപ്പ് ആണ് നമ്മൾ കൊടുക്കുന്നത്. സോ ദ മൊമെന്റ് ഐ ഫീൽ ഓക്കെ, ഞാൻ ഇന്ന് ഷോ ചെയ്യാൻ പോവാണ്, ഞാൻ ഇന്ന് സംസാരിക്കാൻ പോവാണ്, അപ്പൊ അതിനകത്ത് പുതുമ പോയി. ഇതിപ്പോ ഞാൻ എന്റെ സുഹൃത്തുക്കളോട് സംസാരിക്കാൻ പോവാണ് എന്ന് മൈൻഡ് സെറ്റിലാണെങ്കിൽ ആ പുതുമ ഒരിക്കലും. സോ വെൻ യു ഗോ ദേർ ടു ഹാവ് ഫൺ, people will also be there to have fun. ഈ ബ്രേക്ക്ഫാസ്റ്റ് ഷോയിൽ ഇപ്പം ഏറ്റവും കൂടുതൽ ഭയങ്കരമായിട്ട് ലൗഡായിട്ട് നിൽക്കുന്ന നൈലയാണ്. നൈലയുടെ വോയിസിനെ ബീറ്റ് ചെയ്യാന്ന് വെച്ചാൽ അസാധ്യമായിട്ട് ഉള്ളൊരു സാധനമായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം എപ്പോഴും നൈല തന്നെയാണ് പ്രൈമായിട്ട് നിൽക്കുന്ന വോയിസ്. അപ്പൊ എങ്ങനെയാണ് അത് കൗണ്ടർ ചെയ്യുന്നത്? അത് നമ്മളിപ്പോ ഞങ്ങൾ 3 പേര് ഷോ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഒരു ബാലൻസിങ് ഉണ്ടാവണം. ഈ ബാലൻസിങ് എന്ന് പറയുന്നത് നമ്മൾ സംസാരിക്കുന്ന അത്രയും നമ്മൾ വോളിയം ഓഫ് ടോക്ക് അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ടോക്ക് അതല്ല. നമ്മൾ ഇതിനിടയിൽ പറയുന്ന ഒരു കുറച്ച് നേരത്തേതാണെങ്കിൽ പോലും യു ഹാവ് ടു മേക്ക് ദറ്റ് ഇമ്പാക്ട്. പറയുന്നതിലുള്ള ആ ഇമ്പാക്ട് ഉണ്ടാവുന്നുണ്ടല്ലോ, ആ ഇമ്പാക്ട് ലിസണേഴ്സ് എങ്ങനെ എടുക്കുന്നുണ്ടോ, അതിനുള്ള ഫീഡ്ബാക്ക് നമുക്ക് കിട്ടുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. സോ ഇൻ ദാറ്റ് സെൻസ് ഐ ആം വെരി ഹാപ്പി. മനസ്സിലായി? ഇപ്പോ നൈലയുടെ വ്യക്തിത്വം അനുസരിച്ച് നൈല അങ്ങനെ സംസാരിക്കുന്ന, അങ്ങനെ ഹോൾഡ് ചെയ്യുന്ന, അങ്ങനെ താല്പര്യമുള്ള ഒരാളാണ്. അത് അവളുടെ കംഫർട്ടാണ്. ഇപ്പൊ ഞാൻ അവിടെ ഇരിക്കുന്നത് കൊണ്ട്, അർഫാസ് അവിടെ ഇരിക്കുന്നതുകൊണ്ട് അതിനെ ബ്രേക്ക് ചെയ്തിട്ട് ആഹാ എന്നാ പിന്നെ ഇന്ന് ഞാൻ കുറച്ച് കൂടുതൽ സംസാരിക്കാം. നോ, ദാറ്റ് ഈസ് നോട്ട് യുവർ പേഴ്സണാലിറ്റി. ഇപ്പം ഞാൻ എൻ്റെ പേഴ്സണാലിറ്റി എന്താണോ അതാണ് ഞാൻ അവിടെ വരുന്നത്. ഇപ്പം അർഫാസ് എന്ന് ഇപ്പം നൈലയും ഞാനും ഞങ്ങൾ 3 പേരും, ഞങ്ങൾ 2 പേരും വളരെ സ്ട്രോങ് ആയിട്ട് ഒപ്പീനിയൻ ഉള്ള ആൾക്കാരാണ്. അർഫാസിന്റെ ക്യാരക്ടർ കുറച്ചും കൂടെ ഡിപ്ലോമാറ്റിക് ആണ്. ഞങ്ങൾ 2 പേരും നിൽക്കും, അത് ശരിയല്ലേ, 1 2 അല്ലേ, 1 3 കേട്ടിട്ടുണ്ടെന്നുള്ള കഥയില്ല. അതുപോലെ അപ്പൊ അർഫാസ് അങ്ങനെ ഒരാളാണ്. അപ്പൊ അത് ആൾക്കാർക്ക് അറിയാം. അപ്പോൾ ഞങ്ങൾ അത് ഈക്വലായിട്ട് ഷെയർ ചെയ്ത് ആണ് ഞങ്ങളത് ചെയ്യുന്നത്. അത് ഞങ്ങളങ്ങനെ ഒരു പ്ലാനിങ്ങോട് കൂടിയും അല്ല ചെയ്യുന്നത്. ഈ ഷെയറിങ് എന്ന് പറയുന്നത് ആ ഇമ്പാക്ട് അത് ഓവർ എ പീരീഡ് ഓഫ് ടൈം നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഒരു റിഫ്ലക്ഷൻ ആയിട്ട് അത് വരുന്നതാണ്. അപ്പം ഇപ്പം ഞാൻ നൈലയെടുത്ത് ഇപ്പോൾ ഒരു ദിവസം ഞാൻ പറയാം, നൈല നീ ഒരുപാട് സംസാരിക്കുന്നു കേട്ടോ എന്ന് പറയുന്നത് വിച്ച് ഇസ് നോട്ട് റൈറ്റ്. അത് ശരിയല്ല. കാരണം നൈലയുടെ രീതി അതാണ്. നൈല ആൾക്കാർ അങ്ങനെയാണ് അംഗീകരിച്ചിരിക്കുന്നത്. ഞാൻ വിചാരിക്കുന്നത് പോലെ നൈലയോ അർഫാസോ സംസാരിക്കുന്നതല്ല. അവരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എങ്ങനെയാണോ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അത് അവരെ കേൾക്കുന്നുണ്ട്. പക്ഷെ നമ്മളെവിടെ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഉള്ള ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മൾ ആ വിഷയത്തിന് എങ്ങനെ ഹാൻഡിൽ ചെയ്യുക, നമ്മുടെ ഒപ്പീനിയൻ എങ്ങനെ, ആൾക്കാർക്ക് അത് ഇഷ്ടമാവുന്നുണ്ടോ, നമുക്കതിൻ്റെ കൃത്യമായ ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ടോ, ദെൻ ഇറ്റ് ഇസ് അല്ലേ ഗുഡ് ഇനഫ്. അപ്പൊ അതുകൊണ്ട് അത് വലിയ കുഴപ്പമില്ല. ചലച്ചിത്ര മേഖലയിൽ നിൽക്കുന്ന ഒരാളായതുകൊണ്ട് ഇപ്പം നിലവിലെ ഒരു സിനാരിയോ ചോദിക്കാതിരിക്കാൻ പറ്റില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അപ്പൊ അത് വളരെ ചർച്ചകൾക്ക് ഇടം വെക്കുന്ന ഒരു റിപ്പോർട്ടാണ്. നമുക്കറിയാവുന്ന ഒരു പബ്ലിക് സീക്രട്ട് ആയിരുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഒരു പക്ഷെ പബ്ലിക് സീക്രട്ട് നമ്മൾ പറഞ്ഞിരുന്ന കാര്യം, അതിനൊരു ഡോക്യുമെന്റേഷൻ വരികയാണ്. അപ്പം ജോണിന്റെ ഒരു അഭിപ്രായം എന്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്? കാരണം താങ്കൾ ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിച്ച ആളാണ്, 2 സിനിമ സംവിധാനം ചെയ്തു. തീർച്ചയായിട്ടും ഒരുപാട് സംവിധായകർ, നിർമ്മാതാക്കൾ, ആക്ടേഴ്സ് ഒക്കെ ആരോപണ വിധേയരായിട്ട് നിൽക്കുന്ന ഒരു റിപ്പോർട്ടാണ്. എങ്ങനെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്? തീർച്ചയായിട്ടും ഈ മേഖലയിൽ സിനിമയിൽ ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കുക, സിനിമ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പം ഈ മേഖല ഇപ്പം എല്ലാ മേഖലകളിലും ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും സിനിമാ മേഖലയിൽ ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് കൂടുതൽ സങ്കടമോ ചർച്ചയോ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ല, സിനിമ ലോകമായിട്ട് നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടുകൾ ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, അതിനകത്ത് ക്രിമിനൽ പരമായിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ് നടന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ആൾക്കാർക്ക് എന്തെങ്കിലും പരാതികൾ ഒന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മുന്നോട്ട് കൊണ്ടുവന്ന് അത് പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ്. അതിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം. അത് നമ്മുടെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആരോപണ വിധേയർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് ഇറ്റ്സ് എ ക്രൗഡ് ഇല്ലേ.
ഇപ്പം നാളെ എൻ്റെ ഫാമിലിയിൽ നിന്ന് ഒരു പെൺകുട്ടി പോകുന്നു, അഭിനയിക്കാൻ വേണ്ടി പോകുന്നു എന്ന് വെക്കുക. അപ്പം അവർക്കൊരു ടെൻഷൻ ഇല്ലാതെ അവിടെ പോയി വർക്ക് ചെയ്ത്, ഇതൊരു തൊഴിലിടമാണ്. നമ്മൾ അതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് നമ്മൾ ജോലി ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു സ്ഥലമാണ്. ആ ജോലി ചെയ്യാൻ വേണ്ടി വരുന്ന സ്ഥലത്ത് നമ്മളൊരു കമ്പനിയിൽ ജോലിക്ക് പോകുമ്പോഴത്തേക്ക് എന്താണ് നമ്മൾ ആദ്യം പറയുന്നത്? നമുക്കൊരു ലെറ്റർ കിട്ടുന്നു, അതിനകത്തൊരു ഓഫർ ഉണ്ടാവുന്നു, അവർക്ക് നിങ്ങൾക്കുണ്ടാവുന്ന അലവൻസസ് എത്രയൊക്കെയാണെന്ന് പറയുന്നു, നിങ്ങൾക്കുള്ള അക്കോമഡേഷൻ ഉണ്ടെങ്കിൽ അത് പറയുന്നു, നിങ്ങൾക്ക് ഫുഡ് ഉണ്ടെങ്കിൽ അത് പറയുന്നു. ഞാൻ പറയുന്ന എല്ലാ ദിനത്തിലും ഉണ്ട് അങ്ങനെ. അത് ഉറപ്പുവരുത്തുന്നില്ലേ? അതുപോലെ തന്നെയാണ് സിനിമ എന്ന് പറയുന്ന തൊഴിലിടവും. അവിടെ ചില കാര്യങ്ങളിൽ വേർതിരിവുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഉണ്ട് എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. അതുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യപ്പെടുക തന്നെ വേണം. അത് നിയമപരമായിട്ട് തന്നെയാണ് ചെയ്യേണ്ടത്. അതിനകത്ത് ഇപ്പോൾ ഈ പറയുന്ന നമുക്ക് മലയാളത്തിൽ ഇപ്പോൾ ഒരുപാട് നമ്മുടെ സംഘടനകളുണ്ട്. ഇപ്പം ഞാനും ടെക്നീഷ്യൻ സംഘടനയിൽ അംഗത്വമുള്ള ഒരാളാണ്. പക്ഷേ എൻ്റെ ഒരു വിഷമം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാനൊരു സിനിമ സംവിധാനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ടെക്നീഷ്യനായിട്ട് ഞാനിതിന് അംഗത്വം എടുക്കുന്നത്. ഐ ആം നോട്ട് അപ്ഡേറ്റഡ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദി യൂണിയൻ അല്ലേ? ഇപ്പം ഞാൻ പൈസ കൊടുത്ത് ഒരു യൂണിയനകത്ത് അംഗമായി കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ എൻ്റെ ആദ്യ സിനിമ ചെയ്യുമ്പോൾ തന്നെ ഞാനൊരു യൂണിയനിൽ അംഗമാവുകയല്ലേ. അപ്പം ഞാനൊരു യൂണിയനിൽ അംഗമായി കഴിഞ്ഞാൽ എന്താണ് സ്വാഭാവികമായിട്ടും ചെയ്യേണ്ടത്? ആ യൂണിയൻ്റെ എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളിലും ആ യൂണിയനിലെ എല്ലാ മെമ്പേഴ്സും അറിയുക എന്നുള്ളതാണ്. ഐദർ ത്രൂ ദിയർ ഇമെയിൽ ഓർ ബൈ പേഴ്സണൽ. ഇല്ലേ? പേഴ്സണൽ വിട്ടേര്. ഇതിനകത്ത് ബൈ ഇമെയിൽ സംവിധാനങ്ങളാണ് ഇന്നത്തെ കാലത്ത് യൂസ് ചെയ്യുന്നത്. എവിടെയാണ് സംഭവിച്ചിരിക്കുന്നത്? ആരെങ്കിലും ഒരു എക്സിക്യൂട്ടീവ്, ഞാൻ ഇങ്ങനെ വിചാരിച്ച് ചിലപ്പോൾ ഇനി ഒരു സിനിമയൊന്നും ചെയ്ത ആൾക്കാരെ ചിലപ്പോൾ വിളിക്കത്തില്ലായിരിക്കും. ചിലപ്പോൾ ഈ പറയുന്നതിനകത്ത് പോലും ചിലപ്പോൾ ഇതിനകത്ത് ടെക്നിക്കലി എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത്, ഞാനൊരു യൂണിയനിൽ അംഗമായാൽ ഞാൻ ആ യൂണിയന്റെ ഭാഗമല്ലേ. അപ്പൊ ആ യൂണിയനിൽ നടക്കുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ എല്ലാ അംഗങ്ങളും അറിയണം. എല്ലാ അംഗങ്ങളും അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഞാനൊരു ബാങ്ക് അക്കൗണ്ട് എടുക്കുന്നു, എനിക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ ബാങ്ക് എന്നെ ഇൻഫോം ചെയ്യുന്നില്ലേ? വൈ? ബിക്കോസ് അത് എൻ്റെ റൈറ്റ് ആണ് അറിയാന്നുള്ളത്. അതൊക്കെ ഒന്ന് മാറേണ്ട. അല്ല, മേ ബി ഇപ്പൊ ഇങ്ങനെ ഹേമ കമ്മിറ്റി ഇങ്ങനെ വന്നതുകൊണ്ട് തന്നെ, ഇപ്പൊ ഇങ്ങനെ ഒരു കമ്മീഷന്റെ റിപ്പോർട്ട് വന്നതുകൊണ്ട് തന്നെ മേ ബി ഇതൊക്കെ ഫ്യൂച്ചറിൽ വന്നേക്കാം. ബിക്കോസ് ഇതിന് ആരും മേ ബി നെവർ തോട്ട് അബൌട്ട് ഇറ്റ്. ആരും ഇങ്ങനെ ഒരു ബോഡി ഉണ്ടാക്കണം എന്ന് ചിന്തിച്ചിട്ടുണ്ടാവില്ലായിരിക്കും. പിന്നെ കൂടുതലും ആൾക്കാർ എന്താ ഈ ജോലി എന്ന് പറയുന്നത്, ഇപ്പൊ ഈ അറിയിക്കുന്ന ഒരു ജോലി എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് മോർ ഓഫ് എ ഡെസ്ക് ജോബ്. ഇപ്പൊ ഈ സിനിമ ഇൻഡസ്ട്രി ഒരു ഡെസ്ക് ജോബ് അല്ലല്ലോ, ഇറ്റ്സ് എ ക്രിയേറ്റീവ് പ്രോസസ്. ഇപ്പൊ ഇതിന്റെ അംഗങ്ങൾ ആണ് ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് ഇതിന്റെ തലപ്പത്തും ഇരിക്കുന്നത്. അപ്പൊ അവർക്ക് അവരുടെ സിനിമകളുണ്ട്, അവർക്ക് അവരുടെ ബാക്കിയുള്ള എന്താ പറയുക, ഇപ്പം ഉദ്ഘാടനങ്ങളോ അത് അവരവരുടേതായിട്ടുള്ള കാര്യങ്ങളിൽ ബിസിയാണ്. അവർക്കിപ്പോ ഇരുന്ന് മെയിൽ അയക്കാനുള്ള സമയമില്ല. അപ്പൊ അതിന് ചെയ്യേണ്ടത് ഇപ്പൊ ഈ സെൻസർ ബോർഡ്, അവര് സിനിമ അഭിനയിക്കുന്ന ആൾക്കാരായിരിക്കില്ലല്ലോ, അവർ ഇതിന് വേണ്ടിയിരിക്കുന്ന അവരുടെ ടൈമും അവരുടെ എഫേർട്ടും എല്ലാം ഇതിനു വേണ്ടി പോവാണ്. സെൻസറിങ്ങിന് വേണ്ടിയാണ് അവരെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതിനകത്ത് ഒരാളുണ്ടെങ്കിൽ, ഐ തിങ്ക് അല്ലെ ഇതിനകത്തൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടെങ്കിൽ ഇറ്റ് കൻ ഹാപ്പൻ. പിന്നെ ഒരു സംഘടന എന്നൊക്കെ പറയുമ്പോഴേ ഷിബ, പാർട്ടി സെക്രട്ടറി ആയിരിക്കില്ല മുഖ്യമന്ത്രി. പാർട്ടി എന്ന് പറയുന്നത് അതൊരു സംഘടനയാണ്, അതിനൊരു നയമുണ്ട്. അതനുസരിച്ചാണ് മുഖ്യമന്ത്രി അവരിൽ ഒരാളാണ് അല്ലേ? അങ്ങനെയൊക്കെയുള്ള അതൊക്കെയാണ് ഒരു സംഘടന എന്ന് പറയുമ്പോഴത്തേക്ക്. അല്ലാതെ എനിക്കിപ്പോൾ ഈ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പ്, അമ്മയുടെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴത്തേക്ക് അവരെ ബൈലോ പ്രകാരം 3 പേരെങ്കിലും സ്ത്രീകളായിട്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉണ്ടാക്കണം. അതൊരു ബാധ്യതയായിട്ടാണോ ഉള്ളിൽ എല്ലാവരും ചിന്തിച്ച് പെരുമാറേണ്ടത്? ഒരിക്കലും അല്ല. അത് ആ സംഘടനയുടെ അവകാശങ്ങളിലെ ഒന്നാണ്. അതില്ല, വ്യക്തികളുടെ അവകാശമാണ്. ഇപ്പം ഒരാൾ മത്സരിക്കാൻ വേണ്ടി മുന്നോട്ട് വരുമ്പോഴത്തേക്ക് അയാളെ ജയിപ്പിക്കണോ തോൽപ്പിക്കണോ എന്നുള്ളത് ഓൾറെഡി ഡിസൈഡ് ചെയ്തിട്ട് വരുന്നത്. ഞാൻ പറഞ്ഞത് അങ്ങനെ സംഭവിക്കുന്നതല്ല. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അത് തെറ്റാണ്. മനസ്സിലായില്ലേ? ഇപ്പം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ജനറൽ സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, ട്രഷറർ, ഇതൊക്കെയുള്ള മെയിൻ ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഈ വൈസ് പരിപാടികളുണ്ട്, അസിസ്റ്റ് ചെയ്യുന്ന ആ തസ്തികകളിലേക്ക് മാത്രമല്ലല്ലോ വരേണ്ടത്. മെയിൻ എക്സിക്യൂട്ടീവിലുള്ള ആൾക്കാർ കൂടെ അതിന്റെ പരിഗണനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഷീബ വളർന്നു വരുന്ന സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ഒരു സ്ത്രീയുടെ കാര്യങ്ങളും ബുദ്ധിമുട്ടും പുരുഷനായ ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതൊരു ഫാക്റ്റാണ്. അതൊരു സ്ത്രീക്ക് മാത്രമേ മറ്റൊരു സ്ത്രീയിൽ
ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഒരു പക്ഷേ സാധിച്ചേക്കാം. അല്ലെങ്കിൽ അതിന് വേണ്ടി ഒരു ബോഡി ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ HR ഫോർ എക്സാമ്പിൾ, ഇപ്പൊ എല്ലാ കമ്പനീസും നമുക്ക് HR എന്തിനാണ്? HR മേക്സ് ഷുവർ ഓഫ് ദ വെൽബീങ് ഓഫ് ദി എംപ്ലോയീസ് അല്ലേ? അവരുടെ ജോലി അത്. ഇപ്പൊ നമ്മൾക്കൊക്കെ ഉണ്ടായിരുന്ന HR നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുക, ഐ യു ഓക്കെ, എന്തെങ്കിലും കൺസേൺസ് ഉണ്ടോ, വന്ന് സംസാരിക്കുമായിരുന്നു അവര്. അപ്പൊ അത് ഇനിയിപ്പോ മേ ബി ഇതുപോലെ ഇൻഡസ്ട്രിയിൽ ഒരു ബോഡി വരട്ടെ. ആൻഡ് അത് വേണം. ഈ ആൾക്കാർക്ക് ബാത്റൂമിൽ പോകാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞാൽ അത് അക്സെപ്റ്റബിൾ അല്ലല്ലോ. ഇത്രയും വലിയൊരു സെറ്റില് ആൾക്കാർക്ക് ബാത്റൂമിൽ പോകണ്ടേ, അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ഭക്ഷണം കിട്ടണ്ടേ, അതൊക്കെ സ്വാഭാവികമായി. പിന്നെ ഒന്ന് ഈ ഭക്ഷണത്തിന്റെ വേർതിരിവ് എനിക്ക് വലിയ അത്ഭുതമായിരുന്നു. സത്യം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഷിബ, ഞാൻ ഒരാളെ അസിസ്റ്റ് ചെയ്ത് ഞാനൊരു സിനിമ സെറ്റിൽ പോലും പോയിട്ടില്ല. ഞാൻ സിനിമ സെറ്റിൽ പോയപ്പോഴത്തേക്ക് എന്നെ നോട്ടിഫൈ ചെയ്ത്. കാരണം രാവിലെ ആണല്ലോ നമ്മൾ പരിപാടി തുടങ്ങുന്നത്. അപ്പൊ നമ്മൾ ഈ പൂജ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഷോട്ട് എടുത്തിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ ഈ ഭക്ഷണത്തിനകത്തുള്ള ധാരാളിത്തം, ഈ ഭക്ഷണത്തിനകത്തുള്ള വേർതിരിവ്, അത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. സത്യം. അതായത് ഒന്ന് ആലോചിക്കുക, നമ്മൾ ഇതൊരു ഫാമിലിയാണ്, ഇതൊരു കുടുംബമാണ് മലയാള സിനിമ എന്ന് പറഞ്ഞിട്ട് ഞാൻ കഴിക്കുന്ന പാത്രത്തിൽ ചിക്കൻ ഫ്രൈ ഇരിക്കുകയും എന്റെ സഹപ്രവർത്തകനായിട്ട് ജോലി ചെയ്യുന്ന ഒരാളുടെ പാത്രത്തിനകത്ത് 4 കറികൾ കുറഞ്ഞിരിക്കുകയും ചെയ്യുമ്പോൾ ഒരു മനുഷ്യത്വപരമായിട്ട് നമുക്ക് തോന്നില്ലേ അത് ശരിയാണോ അല്ലയോ എന്നുള്ളത്? ഒക്കെ പോട്ടെ, ആ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കും തോന്നുമല്ലോ. ഭയങ്കര ഹൈറാർക്കി ഉണ്ട്, ആക്ച്വലി ഉണ്ട്. എനിക്കൊരിക്കലും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമേ അല്ല. പക്ഷേ ഇപ്പം ഞാൻ 2 സിനിമകളുടെ സെറ്റിൽ ഞാൻ പോകുന്നത് സംവിധായകന്റെ ഭാര്യയായിട്ടാണ് പോകുന്നത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ക്യാൻ സീ ദ ഡിഫറൻസ്. ആൾക്കാർ എൻ്റെ അടുത്ത് ചെയർ വരുന്നു, അത് വരുന്നു, ഞാൻ അയ്യോ ഇതൊന്നും വേണ്ട, നമുക്കങ്ങ് വല്ലാണ്ട് വരും. ഐ മീൻ ട്രീറ്റ് മീ ലൈക്ക് ദി അതേഴ്സ്. നോ, എല്ലാവരെയും ഒരേപോലെ നിങ്ങൾ കാണൂ. ഞാൻ ജോണിന്റെ അടുത്ത് പറയുകയും ചെയ്തു, എന്തൊരു ഹൈറാർക്കിയാണ് ഇൻഡസ്ട്രിയിൽ, ഐ കനോട്ട് ബിലീവ് ദിസ്. ഞാൻ 2 സിനിമകളുടെ സെറ്റിലേ ഞാൻ പോയി. ഞാൻ എന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ചോദിച്ചു, ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ പ്രൊഡക്ഷൻ ആണ്, പറഞ്ഞു ഇത് ശരിയാണോ? നമുക്ക് രാവിലെ ഇഡലിയും പുട്ടും ദോശയും അപ്പവും സാമ്പാറും ഉരുളക്കിഴങ്ങും മുട്ട പുഴുങ്ങിയതും എല്ലാം ഒന്നും നമുക്ക് വേണ്ടല്ലോ. നമുക്ക് പൊതുവായിട്ട് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന വിശപ്പടക്കാൻ നമ്മൾ ജോലി ചെയ്യാനല്ലേ വന്നിരിക്കുന്നത്. അപ്പൊ ജോലി ചെയ്യാൻ നല്ല ഭക്ഷണം ഉണ്ടാവണം, നല്ല സംവിധാനങ്ങൾ ഉണ്ടാവണം, അതെല്ലാവർക്കും തുല്യമായിരിക്കണം. ഈ തുല്യത ഉണ്ട് എന്ന് പറയുന്ന എല്ലാവരും ഈ വക കാര്യങ്ങൾ എന്താ പറയാത്തത്? നാട്ടില് പോയിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ഓണത്തിന് ഇവിടെ വന്നതിന് ശേഷം? ഇല്ല. കാരണം ഓണം ടൈമില് നമ്മൾ മാക്സിമം ലീവ് എടുക്കാതിരിക്കാൻ ശ്രമിക്കും. കാരണം ഭയങ്കര ടൈറ്റ് ആണ്. എല്ലാ വീക്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രോഗ്രാംസ് ആണ്. അപ്പൊ നമ്മൾ രണ്ടുപേരും കൂടെ ഒക്കെ പോയി കഴിഞ്ഞാൽ ആള് കുറഞ്ഞു പോകും. ഇറ്റ് വിൽ പുട്ട് ലോട്ട് ഓഫ് സ്ട്രെയിൻ ഓൺ അതേഴ്സ്. അപ്പൊ അതുകൊണ്ട് എനിക്കൊന്ന് ഒരു ഓണത്തിന് നമ്മള് 2013 ആണെന്ന് തോന്നുന്നു, ആ ഒരു ഓണത്തിന് നമ്മൾ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ബട്ട് അതർവൈസ് ഓണം ഇവിടെ തന്നെയാ എപ്പോഴും. അപ്പം ഉത്സവകാലം തുടങ്ങുകയാണ്. ഇനി നിങ്ങളെല്ലാവരും വളരെ ബിസി സ്കെഡ്യൂളിലേക്ക് പോവുകയാണ് ഓണാഘോഷമൊക്കെ ആയിട്ട്. എല്ലാവിധ ആശംസകളും. ഒരുപാട് സന്തോഷം ഇത്രയും നേരം സ്പെൻഡ് ചെയ്തതിന്. എല്ലാവിധ ജൈത്രയാത്രയും ഭാവിയിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്ന എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. It was a nice interview. Yes. Thank you so much, Shiba, and happy Onam to you, personally, to your family, and Movie World Media.